Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Assalamu alaikum warahmatullahi wabarakatuh. My beloved sisters. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiba, quluban khashi'a. Amma ba'd. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി. ഇതിന് പറയേണ്ട മറുപടി അറിയാലോ അല്ലെ. ഹബ്ബക്കല്ലദി അഹബ്ബതനിയല എന്ന് പറഞ്ഞാല് നമ്മളെ രണ്ട് കൂട്ടരെയും അള്ളാഹുവിന് ഇഷ്ടമാകൂന്ന് അല്ലെ. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തെങ്കിലേ ഇഷ്ടമാകൂ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്വഭാവം ഹുസ്നുൽ ഖുൽഖ് അല്ലെ, നല്ല സ്വഭാവം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അതായത് നമ്മൾ അമലുകൾ ചെയ്താൽ പോലും എത്തപ്പെടാത്ത ഭയങ്കര കാറ്റഗറി ദർജകളിലേക്ക് നമ്മെ എത്താൻ സഹായിക്കപ്പെടുന്ന ഒരു നല്ല നമ്മളൊക്കെ അതൊരു ബിഹേവിയർ എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അതൊരു ബിഹേവിയർ മാത്രമല്ല, അതൊരു പ്രവാചകന്റെ ഇത്തിബാ ചര്യയാണ്. മാത്രവുമല്ല ഒരു അമലാണ് അല്ലെ. സൽസ്വഭാവം ഒരു അമലാണ്. അമൽ കൊണ്ടാണല്ലോ ഏറ്റവും ഉന്നത ദർജകൾ എത്തുന്നത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അത്തരത്തിലുള്ള സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നമ്മിൽ നിന്ന് വരാനിരിക്കുന്ന സന്താന തലമുറകളിലെ മക്കളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവാചകന്റെ ചര്യ പിന്തുടർന്ന സൽസന്താനങ്ങളായി വളരട്ടെ. ആമീൻ. അപ്പൊ സൽസ്വഭാവികൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഒരു വീടിതാ ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അല്ലെ. അപ്പം അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഓഫ് ഹുസ്നുൽ ഹുൽഖ്, ഹുസ്നുൽ ഹുക്കിന്റെ പിന്നെ എന്തൊക്കെയാണ് എന്തായാലും നേട്ടങ്ങൾ എന്തെല്ലാം എന്നതിനെ കുറിച്ച് ഞാൻ പറയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ എങ്ങനെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാമെന്നതിനെ കുറിച്ച് നോക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ചില ഹദീസുകൾ, അഹബു ഇബാദുല്ലാഹി ഇലല്ലാഹി അഹ്സനുഹും ഖൽഖൻ. അതായത് അള്ളാഹുവിന്റെ ദാസന്മാർ, സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല സ്വഭാവക്കാരാണെന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മളെ സ്വഭാവം നന്നാവല് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്ത് പോകാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല അല്ലെ. നമുക്ക് കൂളായിട്ട് സ്വർഗത്ത് പോകാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എണ്ണി പെറുക്കി വെച്ച് ഞാനൊരു ബുക്കാക്കി വെച്ചു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. എനിക്ക് 100-ലേറെ കാര്യങ്ങൾ അതിന്റെ നേടാനുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയ ബുക്ക് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഥവാ വാങ്ങിയവർ വായിച്ചിട്ടില്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 10 വീതം കണ്ടു തന്നെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 5. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് ഒന്നുകൂടെ ഏറ്റവും കൂടുതൽ അടുക്കാനും ആ നല്ല കർമ്മങ്ങൾ ചൂസ് ചെയ്യാൻ ഒരുപാട്, എന്താ വെച്ചാൽ അമലു സ്വാലിഹാത്തിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. പക്ഷെ അതിൽ അള്ളാഹ്ക്ക് ഇഷ്ടം കിട്ടുന്നത്, ദറജ കൂടുന്നത്, ഉന്നത പദവികൾ ലഭിക്കുന്ന, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിലേക്ക് നമുക്ക് ബുക്കിനെ കുറിച്ച് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ബുക്കിൽ. ഇതിനെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതായത് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടങ്ങൾ. അപ്പൊ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഈ ബുക്ക് എഴുതാൻ എനിക്ക് അങ്ങനെ ഒരു ഇൽഹാമാണ്, അതിങ്ങനെ തോന്നൽ എഴുതണം എന്നല്ല. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങിയപ്പോ എന്നോട് തന്നെ ഞാൻ ചോദിക്കാം, ഇനിയിപ്പോ എന്താ അടുത്തത് ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയാൻ. എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ലാലോ റബ്ബേ ഇതിനെ കുറിച്ച് എഴുതാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ കടല് കീറി ഓപ്പൺ ചെയ്ത പോലെ അതിനിങ്ങനെ മാർഗങ്ങൾ തുറന്ന് തന്നത് ഒതന്റിക് ഹദീസുള്ള കാര്യങ്ങൾ മാത്രം തന്നെ എബവ് 100 കിട്ടി. പക്ഷെ ഞാൻ 101 എഴുതിയിട്ടുള്ളൂ. കാരണം ഒരുപാട് ആയാൽ ആൾക്കാർക്ക് മനസ്സിൽ നിൽക്കൂലല്ലോ എന്ന് വിചാരിച്ച്. ഓവർ ലോഡ് ആവുമ്പം പിന്നെ ബ്രെയിനിൽ അത് തങ്ങൂല, പിന്നെ അങ്ങ് വിട്ട് കളയല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അത്രയും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, നമുക്ക് എല്ലാവരും ഇഷ്ടങ്ങളും നമ്മൾ നോക്കൂലേ, പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ കുറിച്ചൊന്നും നമ്മൾ വലിയ ബോധേഡല്ല. പക്ഷെ നമ്മളെ വിഷയം ഇതല്ലല്ലോ അത്.
പിന്നെ സൽസ്വഭാവമാണല്ലോ. അപ്പം അഹബ് ഇബാദുല്ലാഹി, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമകൾ ഇലല്ലാ അഹ്സനുഹും ഖുലുഖൻ, അല്ല അതായത് ഹൽക്കൻ, സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പിന്നെ സൽസ്വഭാവക്കാരെയാണ്. അതായത് സൽസ്വഭാവികളെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പിന്നെ സൽസ്വഭാവികൾക്ക് സ്വർഗത്തിൽ ഒരു ഉന്നതിയിൽ വീട് താൻ ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും ടോപ്പില് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വീടും ഓഫർ ഉണ്ട് അല്ലെ. എന്തൊക്കെ ഓഫറുകളാണ്, ഇതൊന്നും നമ്മൾ കാണാണ്ട് പോകും അല്ലെ. അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തുള്ളവനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും സ്വഭാവികളായിരിക്കാം അല്ലെ. ആളുകളൊക്കെ ഇങ്ങനെ പിന്നെ എന്തിനാ ഷഫാഅത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കൂലേ. അല്ല പിന്നെ അതിന് എന്താണ്, തുലാസിലൊന്നും വലിയ കനമൊന്നും ഉണ്ടാവില്ല. തുലാസിൽ കനമുള്ള തുലാസ് അങ്ങനെ പൊന്തി പോയിട്ടുണ്ടാവും അല്ലെ. കനം ഒരുപാട് തിന്മകൾ ചെയ്ത തുലാസ് താണു പോയിട്ടുണ്ട്. അപ്പൊ നബിനോടൊന്ന് അടുത്തെങ്കിൽ, നബിന്റെ ഷഫാഅത്ത് ഒന്ന് കിട്ടിയെങ്കിൽ, നബിനോടൊന്ന് പിന്നെ ശുപാർശ ചെയ്തിരെങ്കിൽ, അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിൽ ചെയ്യിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആളുകൾ അടുത്ത് നിൽക്കുമ്പോ സൽസ്വഭാവികളും പിന്നെ അതായത് അള്ളാഹ്ക്ക് ഏറ്റവും അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലായിരിക്കുന്നു. തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. പിന്നെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന മറ്റൊരു സ്വഭാവം തന്നെ ഉണ്ടായിരിക്കുകയില്ല അല്ലെ. ഏറ്റവും കനത്തില് തൂങ്ങല് എന്താണ്, സൽസ്വഭാവം തന്നെയാണ്. വിശ്വാസികളിൽ ഈമാൻ, വിശ്വാസം ഏറ്റവും പരിപൂർണമായവർ സൽസ്വഭാവികൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ സൽസ്വഭാവി, ഞാൻ സൽസ്വഭാവിയാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരിക്കലും ഞാൻ SLRC പഠിച്ചിരുന്നേ. ആ കാലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൗനവി എന്തോ ഈമാനെ കുറിച്ചോ ഹുസ്നുൽ ഖുൽഖിനെ കുറിച്ചൊക്കെ ക്ലാസ് ഇങ്ങനെ തകൃതിയായിട്ട് എടുക്കുക. അപ്പൊ അല്ല, കിബിറിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റേ അൽബക്കറയിൽ ആയത്തറ്റ കിബിർ, പിശാജ് സുജൂദ് ചെയ്യാതിരുന്ന ആയത്തറ്റ. അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഭയങ്കര രസികനായ മൗലവിയാണല്ലോ. അപ്പൊ എന്തൊക്കെയോ പറയുമ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചു, എനിക്ക് കിബിറുണ്ടോ. കാരണം എനിക്ക് കിബിറുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റൂല, എന്റെ കൂടെ ഉള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞില്ല, അള്ളാഹ് മൗലവി കെട്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തേ പറഞ്ഞത്, നീ എന്തേ പറഞ്ഞ, എന്റെ ഇടയിൽ കൂടെ എന്തേ പറഞ്ഞതെന്ന് വെച്ച്. അപ്പൊ എനിക്ക് പേടി പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനില്ലേ അവരോട് ചോദിച്ചത് എനിക്ക് കിബിറുണ്ടോന്ന്. മൗലവി പറഞ്ഞ, അത് ശരി, എനിക്ക് കിബിറുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവൂല, അത് അടുത്ത് നിൽക്കുന്നവർക്ക് ഞാൻ മനസ്സിലാവാ. സംഗതി ശരിയല്ല, നമ്മൾ ആരുടെങ്കിലും ഒക്കെ ചോദിക്കണം. കിബിറിന്റെ ലക്ഷണത്തിൽ പെട്ടതാണ് പാവങ്ങളെ സാധുക്കളെ ഇല്ലാത്തവരൊക്കെ കണ്ടാലും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, നമ്മളെ വലിയ സദസ്സുകളിൽ നിന്ന് അവരെ അവോയ്ഡ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ വിഷമങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മളെ കിബിറിന്റെ ലക്ഷണത്തിൽപ്പെട്ട ഓരോ കാര്യങ്ങളാണ്. പിന്നെ ആരെന്ത് പറഞ്ഞാലും ആ അഭിപ്രായം ഒന്നും ശരിയില്ല, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ്. അല്ലാതെ പണ്ടൊരു ചൊല്ലുണ്ടല്ലേ, ഞാൻ പിടിച്ച പൂച്ചക്ക് എന്താണ് 4 ചെവി, അങ്ങനെ എന്തോ ഒരു പറയും, മുയലിന് 4 ചെവി. അതുപോലെ അങ്ങനത്തെ സ്വഭാവക്കാരിലാണ് കിബിർ ഉണ്ടാവുക. കിബിർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും ഒരു അണിമണി തൂക്കം കിബിർ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് ദൂരെയാണ്. അതുപോലെ തന്നെ അണുമണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിലും നരകവും ഹറാമാണ് അല്ലെ. അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. അപ്പൊ മീസാനിൽ കനം തൂങ്ങുന്ന സൽസ്വഭാവം, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു അമല് തന്നെയാണെന്ന്. നമ്മള് പിന്നെ മീസാനിൽ കനം തൂക്കണമെങ്കിൽ കുറെ നിസ്കരിച്ച്, കുറെ നോമ്പിടിച്ച്, അതന്നെ തഖ്വയോട് കൂടിയുള്ള നിസ്കാരം. നോമ്പാണ് നമ്മളൊന്നും വായോണ്ട് പറയാൻ പാടില്ല. ഹജ്ജ് ചെയ്യണേ പൈസ വേണം, ഉംറ ചെയ്യണേ പൈസ വേണം. ഇതെന്ന് പറയുന്ന നമ്മളെ ഉള്ളിൽ നിന്നുള്ള വരുന്ന ഒരു ത്വരയാണ് അല്ലെ. നമ്മൾ നല്ലൊരു സ്വഭാവത്തിൽ പെരുമാറണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ ഹുസ്നുൽ ഖുൽഖ് ഉത്ഭവിക്കുന്നത്. അതോടുകൂടി നമുക്ക് ഒരുപാട് ഹൈറും ബർക്കത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുകയും അള്ളാഹു ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറയുകയും ചെയ്യും, ഇന്ന സ്ഥലത്ത് ഇന്ന പിന്നെ അബൂബക്കറാജിയുടെ മകൾ ഫാത്തിമ അവൾ നല്ല സ്വഭാവക്കാരിയാണ്, അവളെ നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് പറയും അല്ലെ. അപ്പൊ അതോടുകൂടി ഭൂമിയിലുള്ളവരൊക്കെ ഇഷ്ടപ്പെടുകയും ഭൂമിയിലുള്ളവർ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ പിന്നെ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തൂലേ. അള്ളാഹുവിന്റെ ഒരുപാട് ഇഷ്ടക്കാരുണ്ടാകുമ്പോഴുള്ള ഗുണം എന്താ, ഈ നെറ്റ് വഴി തന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള എല്ലാ വിശ്വാസികളെയും ദുആകൾ നമുക്ക് കിട്ടൂലേ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, എന്തൊരു വലിയ കാര്യമാണ്. എത്രമാത്രം ദുആകളാണ് നമുക്ക് കിട്ടുക. അതുപോലെ തിരിച്ചും അവർക്ക് വേണ്ടിയിട്ട് നമ്മളും ദുആ ചെയ്യും. അങ്ങനെ. അപ്പൊ മീസാനിൽ സൽസ്വഭാവം ഭയങ്കരമായിട്ട് കനം തൂങ്ങുന്നു എന്ന് പറയുന്ന ഇബ്നു ഹിബ്ബാനാണ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അപ്പം അതുപോലെ വിശ്വാസികളിൽ ഈമാൻ, വിശ്വാസം ഏറ്റവും പരിപൂർണമായവർ സൽസ്വഭാവികൾ ആയിരിക്കും. അപ്പം ഒരു ഈമാനിന്റെ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. എന്ത്, സൽസ്വഭാവം എന്ന്
അല്ലെ? ഈ സൽസ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാറ്റഗറി, വിവരിക്കാൻ കുറെ ഉണ്ട്. വെറുതെ ഞങ്ങൾക്ക് കുറെ ഹദീസ് ഒന്ന് പറഞ്ഞു പോയതുകൊണ്ട് കാര്യമായില്ല. അതെങ്ങനെ നമ്മളെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമ്മളെങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ഇനി എവിടെയായാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, തിന്മകൾ വന്നു പോയാൽ നന്മകൾ വർദ്ധിപ്പിക്കുക, അത് തിന്മകളെ മായ്ച്ചു ചെയ്യുകയും ചെയ്യും. ജനങ്ങളോട് സൽസ്വഭാവത്തോടെ വർത്തിക്കുക. എപ്പോഴും ആളുകളോടൊക്കെ നല്ല രീതിയിൽ, തുർമദി ഹിമാബിന്റെ ഹദീസാണ്, എവിടെയായാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിങ്ങളെ തഖ്വ കൊണ്ട് സൂക്ഷിക്കുക, മുസ്ലിം ആയിക്കൊണ്ടല്ലാണ്ട് മരിക്കുകയും ചെയ്ത. എല്ലാ വെള്ളിയാഴ്ച ഖുതുബയിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് അല്ലെ? അപ്പൊ നമുക്കൊക്കെ തിന്മ വരും, തിന്മ പറ്റാണ്ട് ഒരാളുണ്ടാവില്ല. എല്ലാ നബിമാർക്ക് വരെ പറ്റിപ്പോയിട്ടുണ്ട് അബദ്ധങ്ങളും തിന്മകളൊക്കെ. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാ പറയാ, പറ്റുമെങ്കിൽ അപ്പം തന്നെ ഉണ്ട് സ്പോട്ടിൽ തന്നെ പറ്റുമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, തൗബ ചെയ്യാല്ലേ, അതോടുകൂടി തിന്മകൾ മായ്ച്ചു കളയും. അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സൽക്കർമ്മം, അപ്പൊ സൽക്കർമ്മം ചെയ്യാൻ ഭയങ്കര ഈസി ആണല്ലോ അല്ലെ? എങ്ങനെയാണ് സൽക്കർമ്മം ചെയ്യാൻ ഈസി ആകുന്നത്? നമ്മൾ ഇരുന്നിടത്തൊന്നും വിരലും ഫോണും മാത്രം മതി അല്ലെ? നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു നന്മയായില്ലേ? അപ്പൊ ആ തിന്മ അല്ലാഹു സുബ്ഹാനഹു വതആല സ്പോട്ടിൽ തന്നെ വെച്ച് മായ്ച്ചു കളയുകയും ചെയ്യും. ആളുകളിൽ ധാരാളം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇടവരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തഖ്വയും, 2 സൽസ്വഭാവം. തഖ്വ പിന്നെ വലിയ വിഷയമാണ്, അത് പിന്നീട് ഒരിക്കൽ എടുക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. സ്വഭാവം നന്നാക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടം തേടുക, അത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ സ്വർഗത്തിലെ 3 ലെവൽ ഓഫ് ഹൗസസ് ഉണ്ട്, 3 ലെവൽ വീടുകൾ, അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അബി ഉമാമത്തു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഗീമൻ ബി ബൈത്തിൻ ഫി റബലിൽ ജന്ന. അതായത് അബൂ ഉമാമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, തന്റെ ഭാഗത്ത് ന്യായം ആണെന്ന് കണ്ടിട്ട് പോലും തർക്കം ഉപേക്ഷിക്കുന്നതിന് സ്വർഗത്തിൽ താഴ്ഭാഗത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു അല്ലെ? അപ്പൊ നിങ്ങളുടെ വിചാരിക്കുന്നേ, ഇതെന്തിനാ സ്വർഗത്തിലെ താഴത്തെ വീട്, നമുക്ക് മേലെ അല്ലേ, ഹൈഗ്രേഡ് അല്ല വേണ്ടി, ഭയങ്കര ദറജല്ല വേണ്ടി. എന്നാ സപ്പോസ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊക്കെ ഭയങ്കര ഹൈ ലെവല് വീടുകളൊക്കെയാണ്, ഞാനീ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്, ഹൈ ലെവല് വീട് കിട്ടും ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അപ്പം താഴ്ഭാഗത്തെ വീടിന്റെ പ്രത്യേകത എന്താ? കാരണം നമ്മളൊക്കെ ഊട്ടി ബാംഗ്ലൂർ അങ്ങനെയല്ല, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാല് അവിടെ താഴെ വെള്ളം ഒലിച്ച് ചാടുന്നതും വെള്ളച്ചാട്ടവും അതിന്റെ അടുത്ത് വീട്ടും അതിന്റെ അടുത്ത് റിസോർട്ടൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് അല്ലെ? വെള്ളത്തിൽ കുളിക്കാൻ പോകും. പക്ഷെ ഇവിടുന്ന് അത് പറ്റൂലാലോ. ഇവിടുന്ന് കുളിച്ച് കാലൊന്ന് വഴുതി പോയാൽ പെട്ടെന്ന് പിന്നെ മലയോര പ്രദേശങ്ങളിൽ വെള്ളം നല്ല ശക്തിയായ മഴ പെയ്യും, നമ്മൾ നിൽക്കുന്നിടത്ത് മഴ ഉണ്ടാവില്ല. അപ്പൊ കുത്തൊഴുക്കിൽ ഏതെങ്കിലും പാറമ്മലൊക്കെ നമ്മൾ നിന്ന അപ്പം ഭയങ്കര വെള്ളം ഒലിച്ച് ചാടി നമ്മൾ തന്നെ ഒലിച്ച് കടലിലൊക്കെ എത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിയാ. അപ്പൊ എല്ലാ പണക്കാർക്കും ഏത് പൈസക്കാർക്കും സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു വീട് അല്ലെ, അതൊരു സ്വപ്നത്തിൽ പെട്ടതാ. പക്ഷെ വലിയ മുകളിൽ മാത്രം വീടാണെ പറ്റുമോ? അല്ല, നമുക്ക് ഒരുപാട് വീടുകൾ ഉണ്ടാവുമല്ലോ സ്വർഗത്തിലെ, ഉണ്ടാവട്ടെ. അപ്പൊ അതിലൊരു വീട് താഴ്ഭാഗത്ത്, അതിന് ആർക്കാണ് തർക്കം ഉപേക്ഷിക്കുന്നത്? ശരി, ഇന്റെ ഭാഗത്താണ് ഞാൻ പറയുന്നത് ആ കാര്യം, എന്നിട്ട് പോലും തർക്കം ഉപേക്ഷിച്ചാൽ അവന് സ്വർഗത്തില് ഞാൻ ഒരു ഭവനം നൽകുന്നു. തമാശയ്ക്ക് പോലും കളവ് പറയാത്തവനാണ് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് അല്ലെ? അതായത് ഏറ്റവും നല്ല സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്ത് വീട് അല്ലെ? അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, ഇവിടെക്കാണ് വീട് റബ്ബേ. ഇതും ഓരോ കാറ്റഗറീസ് ഓഫ് ടൈപ്പ് സ്വഭാവമാണ് ഇതിൽ. ഇത് അമലുകളൊന്നും, സംഭവ അമലുകളാണ്. പക്ഷെ ഇത് നമ്മൾ അതുകൊണ്ട് ലൈഫിൽ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിസ് ഈസ് വെരി വെരി ഈസി ആയി മാറും അല്ലെ? അപ്പോ സ്വർഗത്തിൽ താഴ്വാരകത്ത് വീട് ലഭിക്കുന്നത് തർക്കം ഉപേക്ഷിക്കുന്നവൻ. ഇപ്പൊ വീട്ടിലാവട്ടെ, ഫാമിലി സർക്കിളിൽ, നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്താനം കൊണ്ടുവരുമ്പോ ചിലപ്പം പിന്നെ മുജാഹിദ് സുന്നി പറഞ്ഞവർ, ചിലപ്പോ വേറെ ഇലക്ഷന്റെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റുമ്പോ ചിലര് പറഞ്ഞ പോലെ മുയലിന് 4 ചെവിയാക്കി പിടിക്കുന്നു. അപ്പൊ നമ്മള് വേഗം വിട്ടുകൊടുത്തൊക്കെ, എന്തായാലും നമ്മൾ മനസ്സ് കാണേണ്ടി എന്താ, സാരല്ല അത് വിട്ടുകൊടുത്തെങ്കിൽ സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഇവിടെ എങ്ങാനോ പിന്നെ ഏതെങ്കിലും റിസോർട്ടിൽ ഒരു നദി ഒഴുകുന്ന
റിസോർട്ടിന്റെ താഴ്വാരത്ത് എടുക്കണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് തന്നെ പിന്നെ 10,000 20,000 ഒക്കെയാണ് ഓരോ ചെറിയ കുടുസ് റിസോർട്ടിന് അവർ പറയാം. മാത്രമല്ല അതാകെ 20-18 മണിക്കൂർ കഴിഞ്ഞാൽ വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം അല്ലേ. ഇത് അതല്ല, സ്ഥിരമായിട്ട് എനിക്കൊരു വീട് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ തർക്കം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തർക്കങ്ങൾ വരുമ്പോ ഇതുവരെ നിങ്ങളെ വോയിസ് ആണ് മേലെ നിന്നതെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എന്താക്കണം, നിങ്ങളെ വോയിസ് ഏറ്റവും ലോ ആയി പോകണം. പറയുന്നോല് പറയട്ടെ, എനിക്ക് സ്വർഗത്തിൽ വീട് വേണ്ടിയല്ലേ, എനിക്കത് വേണം, ആ ഒരു നെയ്യത്തിൽ അല്ലേ. പിന്നെ മദ്യത്തിൽ വീട് വേണമെങ്കിൽ കളവ് പറയാതിരിക്കുക. അത് ഞാൻ സത്യസന്ധതയെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അത് ഭയങ്കര നല്ലൊരു ക്ലാസ് ആണ്. അത് 2 ക്ലാസ് ഉണ്ട്. ഒന്ന് സത്യസന്ധത എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാം ഒരു ക്ലാസ്, രണ്ടാമത്തെ സത്യസന്ധന്മാർക്ക് അള്ളാഹുവിന്റെ അടുത്ത് ലഭിക്കുന്ന ഗുണങ്ങൾ ഭയങ്കരമാണ്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. നല്ല ക്ലാസ് ആണത്, അത് കേൾക്കണം. അത് മുതൽ ഞാൻ ഇപ്പൊ എത്രയാണ് 42 വയസ്സിലേറ്റവും തുടങ്ങിയതാണ് സത്യസന്ധത പാലിക്കല്. വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നോ പ്രോബ്ലം. അങ്ങനെ അള്ളാനെ തന്നെ വിചാരിക്കും, പഠിച്ചോനെ നിന്റെ അടുത്ത് എനിക്ക് നല്ല സ്ഥാനം വേണം, നീ ആ സത്യസന്ധന്മാർക്ക് കൊടുക്കുന്ന ഒക്കെ എനിക്ക് വേണം, ഞാൻ കളവ് പറയില്ല. എന്ത് വന്നാൽ കളവ് പറയേണ്ട ഒരു ഘട്ടം വരുമ്പോ അവിടുന്ന് മെല്ലെ സ്കിപ്പാവും. എന്തെങ്കിലും പറയാൻ ഞാൻ ഇപ്പോഴത് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞേക്കും. കുട്ടികളൊക്കെ ഉണ്ടല്ലോ ചിലപ്പം അവിടെ പോയി എന്താക്കിയല്ലോ, ഹസ്ബൻഡൊക്കെ അങ്ങനെ ചോദിക്കല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയും എന്നോട് അത് ചോദിക്കരുത് എന്നറിയും. അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ആരെങ്കിലും അമാനത്തായിട്ട് സൂക്ഷിക്കാനും രഹസ്യങ്ങൾ അത് പറയരുത് എന്ന് പറഞ്ഞ ഓലെ വിഷമമൊക്കെ പറഞ്ഞാൽ അതും നമ്മൾ സൂക്ഷിക്കണം അല്ലെ. അങ്ങനെ അപ്പം കളവ് പറയാണ്ടിരുന്നാല് സ്വർഗത്തിന്റെ മധ്യത്തില്, പിന്നെ സൽസ്വഭാവികൾ സ്വർഗത്തിലെ ഉന്നതിയിൽ. ഇത് പഠിച്ചോ, ഇത് കുട്ടികൾ സ്കൂളിൽ ക്ലാസ് എടുക്കും പോലെ ഞാൻ പറഞ്ഞുതരാണ്, വെരി വെരി സ്ലോലി, സ്പീഡ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മറന്നു. പിന്നെ തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ താഴ്ഭാഗത്ത്. അപ്പൊ 3 വീട് ഉറപ്പായോ? ഉറപ്പായോ? ആരെങ്കിലൊക്കെ ഒന്ന് ഹാൻഡ്സപ്പ് ചെയ്താട്ടെ. ഹാൻഡ്സപ്പ് അറിയുന്നവരുണ്ടാവൂലേ? ഇനി അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യോ? സത്യം മാത്രം പറയാവോ, എന്ത് വന്നാലും ശരി. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാനിപ്പോ എത്ര കൊല്ലായി, 18 കൊല്ലായി ഞാനത് ട്രൈ ചെയ്യുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ തോന്നിയിട്ടില്ല. ചിലപ്പോ വല്ലാണ്ട് കുടുക്കിക്കാളുട്ടല്ല, അങ്ങനെ പറയാണ്ടിരിക്കാൻ എങ്ങനാ പറയാ. അപ്പൊ ഒഴിഞ്ഞു മാറിക്കാളും, ചിരിച്ചാളും. ഫോണിലാണെങ്കിൽ ഹലോ 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 ഓക്കെ. അതിപ്പോ നിങ്ങൾക്ക് ഒരു കമ്പിളിപ്പപ്പിന്റെ കഥ ഓർമ്മയില്ല, അതുപോലെ അത് സത്യം പറയാൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, രക്ഷപ്പെടണല്ലോ. എല്ലാ സത്യങ്ങളും ഒന്ന് വിളിച്ച് പറയാനും പറ്റൂല കേട്ടോ. ചില സത്യങ്ങളൊക്കെ നമ്മൾ മൂടി വെക്കേണ്ടതും ഉണ്ടാവും. അങ്ങനെ അപ്പൊ 3 ടൈപ്പ് വീട് തന്നിട്ടോ. എന്തല്ലോ, സത്യം പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ മധ്യത്തിൽ തന്നു, പിന്നെ തർക്കം ഉപേക്ഷിച്ചവർക്ക് റിസോർട്ട് തന്നു. അപ്പൊ അവിടെ ഏറ്റവും താഴത്ത് അല്ലെ, അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ സ്വർഗത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അവിടെ പോയി കൂടാലോ അല്ലെ. എന്തില്ല, മാഷാ അല്ലാഹ്, എല്ലാ ഭാഗത്തും കിട്ടട്ടെ. പിന്നെ ഏറ്റവും ഉന്നതിയിൽ, അപ്പം തർക്കം ഉപേക്ഷിക്കുകയും സ്വഭാവം നന്നാക്കുകയും ചെയ്താൽ എന്തായി, ഏറ്റവും നടുവിലും കിട്ടും, ഏറ്റവും ഉന്നതിയിൽ. ഉന്നതിയിൽ ആരാ ഉണ്ടാവുക? സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിവാരങ്ങളുമാണ് ഉണ്ടാവുക അല്ലെ. പിന്നെ എന്താണ്, പ്രവാചകന്മാരും അംബിയാ മുർസലികളും ശുഹദാക്കളൊക്കെയാണ്. അവരടുത്തും കിട്ടും. സ്വർഗത്തിന്റെ നടൂല് എന്ന് പറയുമ്പോൾ നടൂനൊരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലെ. ഏറ്റവും നടൂല്, മധ്യത്തിൽ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തും കിട്ടും. ഇതൊക്കെ വെറും നമ്മുടെ ക്വാളിറ്റീസ്, ബിഹേവിയർ ക്വാളിറ്റീസ് എന്നാ പറയുന്നത്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ആളുകളൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമ്മളെ ജീവിതത്തിന് തന്നെ ഒരു ബർക്കത്ത് വരും, നമ്മളൊരു മുഖത്തൊരു പ്രകാശം വരും, നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കും. ശത്രുക്കൾ വളരെ കുറയും. ശത്രുക്കൾ ഒരുപാട് നമ്മളോട് പണ്ടൊക്കെ വലിയ ശത്രുത പുലർത്തിയിരുന്നവരൊക്കെ സ്നേഹത്തോടു കൂടി നമ്മളോട് പെരുമാറും. ഇല്ലില്ല, അതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഗുണങ്ങളുമായി അള്ളാഹ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒന്ന്, ജാഹിലുകൾ അവരോട് സംസാരിച്ചാൽ സമാധാനമായി മറുപടി അറിയില്ലേ. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അതൊരു വലിയ പോയിന്റ്. അപ്പൊ ചിലപ്പോൾ നമ്മളോട് തർക്കിക്കാൻ വരും. ഒരു പറഞ്ഞതായിരിക്കും ശരി, ഇത്ര ദുഹറിന് 4 റക്അത്ത് അപ്പുറം ഇപ്പുറം സുന്നത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ദുഹറിന് 2 മതി, ഇന്ന ഹദീസിൽ ഇത്ര ആണല്ലോ കണ്ടത്, അത്ര പോരെ, മറ്റേ ഹദീസിൽ പിന്നെ ആഫ്റ്റർ ദുഹർ 4 എടുത്താൽ മതി, മുമ്പിൽ 2 എടുത്താൽ മതി. ഇപ്പൊ ഇതുപോലെ വിവിധ തരത്തിലുള്ള ഹദീസ് ഉണ്ടാവും. അതെന്തിനാന്നറിയോ, ഓരോ ഗ്രേഡ് അനുസരിച്ച് അമല് ചെയ്യുന്നവർക്ക് വേണ്ടി അള്ളാഹു കൊടുക്കുന്നതാണ് അല്ലെ. ഒരുപാട് നന്നായി അമല് ചെയ്യുന്നവർക്ക് ദുഹറിന് മുമ്പും പിമ്പും നമസ്കരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് അവരത് സ്കരിക്കും, നിങ്ങൾ സ്കരിക്കണ്ട. പക്ഷെ അതിനെക്കുറിച്ച്
ഉണ്ടാക്കണ്ട അല്ലെ? അങ്ങനെ ഓരോ വിഷയത്തിലും, കാരണം തർക്കിക്കാൻ മാത്രമൊന്നുള്ള പാണ്ഡിത്യമൊന്നും നമുക്ക് ആർക്കും ഇല്ല അല്ലെ? നമ്മൾ കണ്ട ഹദീസിന്റെ ഏതോ ഒരു ചെറിയ ഭാഗം എനിക്ക് ഓർക്കുമ്പോഴുണ്ട്. ഞാൻ ഈ അടുത്ത് പിന്നെ ഖുർആന്റെ ബുക്കില്ലേ, ദിവസേന പാരായണം ചെയ്യുന്ന ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ബുക്ക് ഉണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ, നമുക്ക് മുസാഫ് ആകുമ്പോ മടിയിൽ ഇരുന്ന് തന്നെ ഓതണല്ലോ. ഈ പുസ്തകമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടന്നിട്ടൊക്കെ ചുരുട്ടി പിടിച്ചിട്ടൊക്കെ വരിപ്പിനപ്പൊ നമ്മളിവിടെ പുറത്തുപോയി വന്നാണെങ്കിലൊക്കെ നമുക്ക് അത് പിടിച്ചിങ്ങനെ ഓതി പോകാൻ. അതിന്റെ അർത്ഥമുണ്ട്, കഷ്ണം കഷ്ണം വോയിസ്, പിന്നെ ഓരോ സെന്റൻസിന് രണ്ട് ഷെയർ ആക്കിയിട്ടുള്ള മീനിങ് ഉണ്ടാവുക. അപ്പൊ ആ ബുക്ക് സംബന്ധിച്ച് എന്തോ ഒരു ഹദീദ് പിന്നെ ഇതൊക്കെ ഓതണമെന്ന് പറയുന്നുണ്ടല്ലോ, റഹ്മാന് യാസീനൊക്കെ. അതിനെ സംബന്ധിച്ച് എന്തോ ചോദിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു വലിയ പ്രമുഖ പണ്ഡിതനോട് ഞാൻ പോയി ചോദിച്ചു. എനിക്ക് ഡയറക്റ്റ്ലി അയാളെ കാണാൻ സാധിച്ചു. നല്ലൊരു മനുഷ്യൻ. ചോദിച്ചപ്പോൾ അയാൾ ഒരു ക്ലിയർ ഉള്ള മറുപടി എനിക്ക് തന്നില്ല. കാരണം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല. അയാൾ മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളൊക്കെ ആണ്. പക്ഷെ അയാൾ പഠിച്ച വിഷയം വേറെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു ക്ലിയർ മറുപടി തരാത്ത കൊണ്ട് തന്നെ ഞാനത് എഴുതിയിട്ടില്ല. അങ്ങനെ രാത്രി പാരായണം ചെയ്യുന്ന സൂറത്തിന്റെ പ്രത്യേകതകൾ അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒതന്റിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഹദീസ് മാത്രം ഞാൻ എഴുതി. അപ്പൊ അങ്ങനെയാണ്. എല്ലാ വിഷയവും എല്ലാവർക്കും ഒന്നും അറിയൂല, എന്നിരുന്നാലും തർക്കിക്കാൻ വരും. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് മാറ്റം ഉണ്ട് കേട്ടോ. അവരൊക്കെ ഹദീസൊക്കെ കാണിച്ചു കൊടുത്താൽ ഓക്കെ എന്നറിയും. അപ്പം പരമകാരുണ്യന്റെ ദാസന്മാരുടെ ഒരു സ്വഭാവമാണ് വിനയത്തോടു കൂടി നടക്കുക. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണക്കും കച്ചറയൊക്കെ ആയിട്ട് വന്നാല് ഒരു സമാധാനപരമായ മറുപടി പറയും. എന്നിട്ടും അവൻ തർക്കിക്കുന്നുണ്ടെങ്കിൽ ചിരിച്ചിട്ടും അല്ലേ, കാലൂ സലാമ, ജാഹിലുകളുമായി സംസാരിച്ചാൽ സമാധാനപരമായ മറുപടി നൽകുന്നവരാണ്. കാലു അൽ ജാഹിലൂന കാലു ഐദാ ഖാതബഹുമുൽ ജാഹിലൂന കാലൂ സലാമ. സലാം പറഞ്ഞവരും കൊണ്ട് പോരും. അല്ല, അതിന് തർക്കിച്ച് ജയിക്കാൻ നിൽക്കൂല. കാരണം അവർക്ക് എന്ത് വേണം? സ്വർഗത്തിലൊരു വീട് വേണം, ഇബാദുർ റഹ്മാന്റെ ലക്ഷണങ്ങൾ വേണം, അള്ളാഹു ഇഷ്ടപ്പെടണം. പിന്നെ ഒരു വിഷയത്തിലും നമ്മുടെ അറിവൊന്നും ക്യാമിലല്ല, നമുക്കൊന്നും അത്രമാത്രം അറിവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ? ഒരു സത്യവിശ്വാസി തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. നിങ്ങളിൽ ഉത്തമൻ സൽസ്വഭാവം സ്വീകരിച്ചവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അള്ളാഹുമ്മ ഒരു നല്ലൊരു ദുആ ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാമോ? സൽസ്വഭാവത്തിന്റെ ദുആ ഡെയിലി പാരായണം ചെയ്ത അത്രയും നല്ലത്. അള്ളാഹുമ്മ ഹസിനുൽക്കി ഹമാ അഹ്സൻതു ഖൽഖി അല്ലെ? പഠിച്ചവനെ, നീ എന്റെ സൃഷ്ടിയെ സുന്ദരമാക്കിയ പോലെ തന്നെ നീ എന്റെ പിന്നെ സ്വഭാവത്തെയും നന്നാക്കണമേ എന്ന് എപ്പോഴും ദുആ ചെയ്യണം അല്ലെ? നമുക്കറിയില്ല നമ്മുടെ സ്വഭാവത്തിൽ എന്തെല്ലാം ദൂഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മള് ദുആ ചെയ്യന്നെ വേണം. അല്ലാഹുമ്മ ഇന്നി നഊദു ബിക മിനശ് ശഫഖി വന്നഫഖി വസൂഇൽ അഖ്ലാഖ് അല്ലെ? ആമീൻ പറഞ്ഞോളെ ദുആകളൊക്കെ ചൊല്ലി കേൾക്കുമ്പോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ് മറ്റുള്ളവർ നമ്മെ, ഇത് സൈക്കോളജിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടണം എന്നുള്ളത് നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹമാണ് അല്ലെ? പക്ഷെ ഇതെങ്ങനെ, ഹൗ ടു പ്രാക്ടീസ് ഇറ്റ് അബൌട്ട് ബിഹേവിയർ, ഇതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാം? വാട്ട് ഡു വി ഡു ടു മേക്ക് അതേഴ്സ് ലൈക്ക് അസ്? മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യുക? അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാല്ലേ? നിങ്ങൾക്ക് ഞാൻ മേലെ പറഞ്ഞ പോലത്തെ ഒരുപാട് ഹദീസുകൾ ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടാകുമായിരിക്കും മേ ബി. പക്ഷെ അതെങ്ങനെ പ്രാക്ടീസിൽ ലൈഫിൽ കൊണ്ടല്ല, ലൈഫിൽ അപ്ലൈ ചെയ്യണം. അതാണ് വലിയ പോയിന്റ്. എന്ത് സ്വഭാവം അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് പിന്നെ ആയിഷ റളിയല്ലാഹുവിനോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയുണ്ടായി, ഉമ്മ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അന്നേരം പറയുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ അല്ലെ? അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജീവിക്കുന്ന ഖുർആനായിരുന്നു. അതായത് ഖുർആൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ. അപ്പം ചോദിക്കും, നമുക്ക് അത്രയൊക്കെ പറ്റുമോ? നമ്മൾ ആഗ്രഹിക്കുക ഓരോ കാര്യങ്ങളും അറിയുന്നതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ? ഇപ്പൊ ഇങ്ങനെ സദക്കയെ കുറിച്ച് പറഞ്ഞു കേട്ടു, നമ്മൾ ഒരുപാട് കയ്യിലുള്ളതൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ധനത്തിൽ വർധനവ് കിട്ടി. പിന്നെ കടത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടു, അപ്പൊ കടത്തിൽ നിന്ന് മാറി നിൽക്കാനും കടം എഴുതി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാം അല്ലെ? പിന്നെ നമുക്കുണ്ട്, മറ്റുള്ളവർ നമ്മളെ കൊണ്ട് നല്ലത് പറയണം, നല്ല പെരുമാറ്റം, നല്ലത് മാത്രം, ഒരാളും നമ്മെ കൊണ്ട് മോശം പറയരുത് എന്നുള്ള ഒരു എന്നൊരു സ്വഭാവം, ഒരു വിചാരം നമ്മളെ മനസ്സിലൊക്കെ ഉണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഒരു മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഉണ്ട് അല്ലെ? നല്ല പെരുമാറ്റ രീതി എന്ന് പറയുന്നത്, നല്ല വ്യക്തിത്വം, നല്ല പേഴ്സണാലിറ്റി, മറ്റുള്ളവരുമായി ഇടപഴകാൻ, അപ്പിയറൻസ്, നമ്മളെ അപ്പിയറൻസ് ആരെങ്കിലും ആഗ്രഹിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു സഭയിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവിടുന്ന് അതാ മന്ദസ് അതാ വരുന്ന, അങ്ങോട്ട് ഒരു എപ്പോഴൊന്നും വർത്താനം നിർത്തൂലേ, സൂപ്പർ കത്തിയാണ്
എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർ എന്നെ വെറുത്തു തുടങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. അനാവശ്യം ഇപ്പൊ വീടുകളിൽ തന്നെയാണ് കുട്ടികളും ഭാര്യയും ഭർത്താവും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി തമാശയോടു കൂടി അല്ലെ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോ കുട്ടികൾ ചെയ്ത കുറ്റം നമ്മളൊക്കെ മുൻപ് നമ്മളെ ഉമ്മമാരൊക്കെ പഠിപ്പിച്ച അങ്ങനെ അല്ലെ, ഭർത്താവിനെ കാണുമ്പോ എല്ലാ കുറ്റങ്ങളും പറഞ്ഞെടുക്കുക, അവിടെ നിൽക്ക് മോനെ ഉപ്പ അങ്ങോട്ട് വരട്ടെ അല്ലെ. അതിന് നമ്മളെ പണ്ടത്തെ വാണിങ് നമുക്കറിയില്ല, നമ്മളന്ന് സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അല്ലെ. അങ്ങനെ പറയും, അങ്ങനൊന്നല്ല, അത് ഒന്നിച്ചിരുന്ന് തമാശകൾ പറയുമ്പോൾ നന്നായിട്ട് തമാശ പറയാ. കുട്ടി എന്തെങ്കിലും വികൃതി കളിച്ചാൽ പറയാം മോനെ ഉപ്പനോട് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ കേട്ടുമ്പോ കുട്ടിക്ക് പേടിയാവും, അപ്പൊ ഉമ്മ പറയുന്നില്ല, അപ്പൊ കുട്ടി നന്നാക്കും ഇങ്ങനെ സ്വഭാവം അല്ലെ. അങ്ങനെ എല്ലാ രീതിയിൽ നമ്മൾ ഫാമിലി സർക്കിളിലായാലും കുട്ടികളുടെ അടുത്തായാലും ഭർത്താവിന്റെ അടുത്തായാലും ഒക്കെ എപ്പോഴും നല്ലൊരു പുഞ്ചിരിയുള്ള മുഖം അല്ലെ, പുഞ്ചിരിക്കുന്നവരെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. ആളും തരവും നോക്കാണ്ട് ചിരിക്കാൻ കഴിയണം അല്ലെ, അതൊരു വലിയൊരു കഴിവാട്ടോ. ആളുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ചിരിക്കരുത്. വഴി നിന്നൊക്കെ പറഞ്ഞ ഒരു നോൺ മുസ്ലിം പെണ്ണുങ്ങൾ കണ്ട് ചിരിച്ചാൽ നമുക്ക് ചിരിക്കുന്നതിന് ഇപ്പൊ എന്താ, ആണുങ്ങളോടല്ല കേട്ടോ, ആണുങ്ങളോട് കൊഞ്ചാനും കൊഴയാനൊന്നും പറയുന്നില്ല, പെണ്ണുങ്ങളോട് തന്നെ. ഞാൻ അടുത്ത നമ്മളെ സീറ്റിൽ ആരെയും വന്നിട്ട് ഒന്ന് സീറ്റിൽ ഇരിക്കുന്ന പോലെ സലാം ചെല്ലേ, കൈ കൊടുക്കുക, ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തപ്പോ എന്താ, ചിരിയൊരു സദക്കല്ലേ, ആ കൂലി കിട്ടൂലേ അല്ലെ. പിന്നെ ഐ കോണ്ടാക്ട്, ആരോടെ സംസാരിക്കുമ്പോ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക അല്ലെ, നല്ല വർത്താനം പറയുക. അപ്പൊ ഒരിക്കലും കളവ് പറയരുത്. കണ്ണിൽ നോക്കി സംസാരിക്കുന്നവര് കളവ് പറയില്ല അല്ലെ. കളവ് പറയുമ്പോ അവരെ ദൃഷ്ടി നോക്കി, കളവും കണ്ണുമായിട്ട് നല്ല കണക്ഷനാ. കളവ് പറഞ്ഞാൽ നമുക്ക് കണ്ണ് നോക്കി പിടിക്കാം. കുട്ടികളൊക്കെ പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവില്ല അല്ലെ. പിന്നെ ആളുകളെ ഗസ്റ്റിനൊക്കെ കാണുമ്പോൾ നമ്മൾ ഫോണ് നോക്കിയിരിക്കുക, അവരുടെ സംസാരം ശ്രദ്ധിക്കാണ്ടിരിക്കുക, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് സംസാരിക്കുക. എന്തെങ്കിലുമൊക്കെ വൃത്തിനെ പറ്റിയൊക്കെ ഇപ്പൊ ഒരാൾ സംസാരിക്കുള്ളൂ, നമ്മളിപ്പോ ഇവിടുന്ന് പരിചയപ്പെട്ട ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ പോലെ പറയും നല്ല ആളും എന്റെ പുരയിൽ വന്നാ കാണാൻ എന്ത് വൃത്തിയാണ്, എല്ലാം വാരി വലിച്ചിട്ട് അല്ലെ. അങ്ങനെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓൽക്ക് വൃത്തി ഉണ്ടോലോ ഇല്ലയോലോ, അത് നമ്മളോടല്ലാലോ അള്ളാഹു ചോദിക്കുക അല്ലെ. അത് പിന്നെ വൃത്തി ഈമാന്റെ ഭാഗമാണ് അല്ലെ. അത് പിന്നെ അതുകൊണ്ട് അത് അള്ളാഹു അവരോട് ചോദിച്ചോളൂ. നമ്മൾ അവരെ പരിഹസിക്കാനോ അങ്ങനെ രീതിയിൽ പറയാനോ ഒന്നും പോണ്ട അല്ലെ. അതൊരു ചാമിങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അപ്രോച്ചബിലിറ്റി. ഇതിപ്പോ ആർക്കും നമ്മളോട് എന്തെങ്കിലും വന്ന് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവരുത്, പേടി ഉണ്ടാവരുത് അല്ലെ. അങ്ങനെ ആയിരിക്കണം, ഒരു സ്മൈലി ഫേസ്, ചിരിക്കുന്ന മുഖമായിരിക്കണം. അതായത് സൈക്കോളജിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങള് പിന്നെ നിങ്ങളെ ഫ്ലാസ്കിൽ ചായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് തന്നെ അഭിനയിക്കണം അല്ലെ. അഭിനയിക്കണം, സംഗതി ശരിയാ, അഭിനയിക്കന്നെ വേണം. കാരണം നമുക്ക് എപ്പോഴും ഒന്നും ഹാപ്പിനെസ് ഉണ്ടാകൂല. പല സമയത്തും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ പല സമയത്തും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒന്നും ചിരിക്കാൻ പറ്റിയെന്ന് വരൂല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചിരിക്കുകയും വർത്താനം പറയുകയും, ഇപ്പൊ ആരെങ്കിലും വീട്ടിൽ പെട്ടെന്ന് കയറി വന്നാൽ നമുക്ക് എന്ത് പ്രശ്നമുണ്ട്, ചിലപ്പോൾ പൈസന്റെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വാക്തർക്കങ്ങൾ ഉണ്ടായിട്ട്, പക്ഷെ അവര് നമ്മൾ അതൊന്നും കൂസാക്കാണ്ട് അവർക്ക് ഇരിക്കാൻ പറയാ. പല വിരുന്നുകാർക്കും വന്നാൽ ജ്യൂസ് വേണ്ട, ചായ വേണ്ട, വെറും പച്ചവെള്ളം മതി എന്നാ പറയാ. പിന്നെ വിരുന്നുകാർ വന്ന് നമ്മളെന്തിനാ മുഖം കൂട്ടുന്നതിലെ, കുറച്ച് സംസാരിച്ച ശേഷങ്ങൾ ഇരിക്കുക, ഞാൻ ചായ എടുക്കട്ടെ ആണോലേ, നമ്മൾ പോവാ, നമുക്ക് ചായ വേണ്ട, ആർക്കും പൊരിച്ച കടി വേണ്ട, ആർക്കും ജ്യൂസ് വേണ്ട, ആർക്കും ചായ വേണ്ട, പച്ചവെള്ളം എല്ലാവരും ആവശ്യപ്പെടുന്നത്. പിന്നെ എന്തിനാ നമ്മള് വിരുന്നുകാർ വരുമ്പോ ഒരു മുഖം ചുളിക്കുന്നതിന്റെ ആവശ്യമില്ലാലോ അല്ലെ. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഫ്ലാസ്കിൽ ചായ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒഴിച്ചോളൂ. അപ്പൊ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നതല്ല. കാരണം നമുക്ക് പല വിഷമങ്ങൾ, പല പ്രശ്നങ്ങൾ, ചിലപ്പോ കുട്ടി പരീക്ഷ എൻട്രൻസ് എക്സാം ആയിട്ടുണ്ടാവും, കുട്ടി പഠിക്കുന്നുണ്ടാവൂല, അതിന് കോളേജിൽ നിന്ന് ബേജാറ്, പേടി, കരച്ചില്, അപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അതൊക്കെ അതിന്റെ സമയത്ത് അള്ളാഹു എഴുതിയ, അള്ളാഹു അവിടെ ലൗഹുൽ മഹ്ഫൂദിൽ എന്തൊക്കെയാണോ എഴുതി വെച്ചാൽ അതൊക്കെ നടക്കും. ആ കുട്ടിക്ക് മാർക്ക് കിട്ടാൻ യോഗ ഉണ്ടെങ്കിൽ കിട്ടും, അതല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് അതിലും വലിയ വേറെ ഡോക്ടറെക്കാളും വലിയ വേറെ എന്തെങ്കിലുമൊക്കെ ആവാനായിരിക്കും യോഗം കുട്ടിക്ക് ഇല്ലേ. നമ്മളിങ്ങനെ ബേജാറായിട്ട് എന്താ, ഇതിനൊന്നും ആവശ്യമില്ല. അപ്പൊ നമ്മളെപ്പോഴും ചിരിച്ച മുഖത്തിൽ നല്ല സ്മൈലി ഫേസ് ആയിട്ട് ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു അപ്രോച്ചബിലിറ്റി കൂടും. അവർക്ക് നമ്മളെ അടുത്ത് വരാൻ ആർക്കും ഒരു മടി ഉണ്ടാവില്ല അല്ലെ. പിന്നെ നമ്മൾ പുറത്ത് പ്രത്യക്ഷപ്പെടുമ്പോ അല്ലെ, നോട്ട് ഓൺലി ഗുഡ് ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് വലിയ മുന്തിയ ഡ്രസ്സാണെങ്കിലും വൃത്തിയുള്ള ഡ്രസ്സാണെങ്കിലും നമ്മൾ വായ്നാറ്റം, വിയർപ്പുനാറ്റം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ വെരി വെരി കെയർഫുൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് മറ്റേ ഡ്രസ്സിലടിക്കുന്ന സ്പ്രേ അലൗഡ് അല്ല അല്ലെ. പക്ഷെ മറ്റേത് വല്ലാണ്ട് വിയർപ്പ് നാറ്റമുള്ളവര് എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ കുളിച്ചിട്ട് തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക, അത് നല്ലതാണ്. കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഇട്ട് പർദ്ദയും കൂടെ ഇടുമ്പത്തിന് ഒന്നും കൂടെ മണം
കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ആണ്. പിന്നെ പെർഫ്യൂംലെസ് പിന്നെ ബോഡി സ്പ്രേ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. തീരെ ഒരു മണം ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ വിയർപ്പ് നാറ്റത്തെ പിന്നെ അധികരിപ്പിച്ച് പുറത്തേക്ക് വിടുകയില്ല. അങ്ങനത്തെ ടൈപ്പുകളുണ്ട്. അതും പറഞ്ഞ് മുംതാസ് ടീച്ചർ സ്പ്രേ അടിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ ആരും തലക്കറാനൊന്നും വരരുതേ. മണമില്ലാത്ത ഇങ്ങനത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇതുണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. എന്നാലും എന്താവുന്ന വെച്ചാൽ നമുക്ക് വിയർപ്പ് നാറ്റം പുറത്തേക്ക് ഫീൽ ചെയ്യൂല അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിയൊക്കെ കഴിച്ചിട്ട് പള്ളിയിൽ വരുമ്പോ പിന്നെ നാറ്റം ഉണ്ടാവും, അതുകൊണ്ട് പള്ളിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ അത് കഴിക്കരുത് എന്ന് അല്ലെ. പിന്നെ നമ്മൾ ഒരു നല്ല ബെസ്റ്റ് ലിസണർ ആയിരിക്കണം. നമ്മൾ ഏതെങ്കിലും കുടുംബക്കാരൊക്കെ വന്നിരുന്ന കഥ പറയാൻ നമുക്ക് നേരം ഉണ്ടെങ്കിൽ കുറച്ച് കഥ കേൾക്കാം അല്ലെ. അതേസമയം നമ്മൾ ഒരുപാട് അങ്ങോട്ട് പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 2 ചെവിയും ഒരു നാവും തന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ കേൾക്കാനും കുറച്ച് മാത്രം സംസാരിക്കാനും അല്ലെ. അങ്ങനെ ആവുമ്പോൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് സംസാരിക്കാനൊക്കെ ഒരു സ്പേസ് കിട്ടും. ഇപ്പൊ ചിലര് എന്നറിയുന്നത് ഭയങ്കര പൈസ ഉണ്ടെങ്കിൽ ഒരു പൈസന്റെ ഒരു ഹുങ്കും ഇതുണ്ടാവും, ആരെ കണ്ടാലും മിണ്ടൂല, മൈൻഡ് ചെയ്യൂല, വല്ലാത്തൊരു ഫേസ് മുഖഭാവമൊക്കെ ആയിരിക്കും. ഒക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് എന്തേ പോയി പറയാനോ എന്തേ ചോദിക്കാനോ ഒക്കെ മടിയായിരിക്കും അല്ലെ. ചില ആളുകൾ അതല്ല, എന്തെന്നെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചിരിച്ച് കാണുന്നവരെല്ലാം സന്തോഷവതികളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ആക്ച്വലി നോ, നെവർ, ഒരിക്കലുമല്ല. അവരുടെ ഉള്ളിലും നീറിപ്പുകയുന്ന അഗ്നിപർവ്വതങ്ങൾ ഉണ്ട്. പക്ഷെ അവരെന്താക്കും, അത് പുറത്ത് കാണിക്കൂല, നന്നായി ചിരിച്ച് അഭിനയിക്കും അല്ലെ. അപ്പൊ ഒരു ചിരി ആക്ച്വലി അഭിനയം തന്നെയാണ്. എപ്പോഴൊന്നും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല, നിങ്ങൾ ചിരിച്ച് കാണുന്ന പോലെ മനസ്സിലാക്കണം അല്ലെ. അപ്പം ആളുകളെ ഇഷ്ടപ്പെടുന്നുള്ള ടോപ്പിക് എടുത്ത് സംസാരിക്കുക. എന്നിരുന്നാലും നമ്മൾ കൂടുന്ന സദസ്സുകളിൽ മിക്കവാറും ചർച്ചകൾ അള്ളാഹുവും പിന്നെ അതിന്റെ ഹദീസും പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മദഹുകളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ തന്നെ ആവട്ടെ. അങ്ങനത്തെ സദസ്സുകളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. അതായത് കോമൺ ടേസ്റ്റ് ഉള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത് സംസാരിക്കാം. നമ്മൾ ഏതെങ്കിലുമൊക്കെ സംസാരിക്കും, നമ്മുടെ കുട്ടികളെ വിഷയമാണെങ്കിലും അതിലെ കൂടെ നമ്മൾ ഹിദായത്തിലേക്ക് എത്തുന്ന രീതിയിൽ സംസാരിക്കുക അല്ലെ. പിന്നെ ആരോടും മിണ്ടാണ്ട് ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്നെ അറിയുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്, അവർക്ക് ആരെങ്കിലും മരിച്ചാലും ഓല മുഖം ഒരുപോലെയാണ്. ഓലിക്കൊരു വലിയ എന്താ പറയാ, ഒരു എന്തെങ്കിലും വലിയൊരു കാര്യം, ഒരു 10,000 ഉറുപ്പ്യ അവരെ കൈ കൊടുത്താലും ഓരോ ഫേസ് അങ്ങനെ അതൊന്നും ചിരിക്കൂല. അപ്പൊ ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ, അവർക്ക് എന്താ ആക്ച്വലി സന്തോഷമാണോ ദുഃഖമാണോ? ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്ത മോഡലായിട്ടാണ് 9 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് തന്നെ ഉണ്ട്. അത് കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ഇവലൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിട്ട്, അവളെ സൃഷ്ടിപ്പിലുള്ള ഒരു വൈപരീത്യമാണ് അത് അല്ലെ. അപ്പം നമ്മൾ അഥവാ അങ്ങനെ ആയിരുന്നു, പണ്ടങ്ങനെ ആയിരുന്നെങ്കിൽ ആരോടും മിണ്ടാറില്ല, ചിരിക്കാറില്ല എങ്കിൽ നമ്മളിപ്പോ സ്വർഗത്തിലെ ഏറ്റവും മേലെയുള്ള ഏറ്റവും ഉന്നതിയിലുള്ള വീടിനും വേണ്ടിയിട്ട് നമ്മൾ മാറാൻ തയ്യാറാകുന്നു. അമ്മ കറക്റ്റ്, നിങ്ങൾ ആരെയും തയ്യാറാണോ? അറിയുന്നോലൊക്കെ ഒന്നൊരു ഹാൻഡ്സപ്പ് വിട്ടാട്ടെ. തയ്യാറാണോ? സ്വഭാവം നന്നാക്കിയിട്ടില്ലേ. സ്വഭാവം നന്നാക്കാൻ നമുക്ക് എന്ത് വേണ്ട? പൈസ വേണ്ട, സമയം വേണ്ട, പിന്നെ കറണ്ട് വേണ്ട, ഗ്യാസ് വേണ്ട, അതിന് പ്രത്യേക കോഴ്സ് പഠിക്കേണ്ട, ഒന്നും വേണ്ട അല്ലെ. നമ്മളെ ലൈഫ് ആറ്റിറ്റ്യൂഡിൽ ലേശം ചേഞ്ചസ് വരുത്തിയാൽ മാത്രം മതി അല്ലെ. ചേഞ്ചസ്, ഇപ്പൊ ഭർത്താവ് എന്നെ വീട്ടിലേക്ക് ഭയങ്കര ദേഷ്യം പിടിച്ച് കയറി വരിക, ചിലപ്പോ വിശപ്പായിരിക്കാം, ചിലപ്പോ യൂറിൻ പാസ് ചെയ്യാനുള്ള തിരക്കായിരിക്കാം, പിന്നെ അതും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ലേ കൊടുക്കാനുള്ള പൈസക്കാർ കൊടുക്കാമെന്ന് എടുക്കാറാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തരാനുള്ള പൈസക്കാർ തന്നിട്ടുണ്ടാവില്ല. ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ഉപ്പര് ദേഷ്യം പിടിച്ച് വീട്ടിൽ കയറിയല്ല. അപ്പൊ നമ്മൾ അതിനേക്കാളോ അപ്പോൾ ചിലപ്പോ വാപ്പനെ പറയൂ, അങ്ങനത്തെ ഇപ്പോഴും അങ്ങനത്തെ ആളുകളിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ പറയുന്നേക്കാം അല്ലെ, വാപ്പനെ പറ്റ വാപ്പ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുന്നേക്കാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ സമയത്ത് പറഞ്ഞാല് ഒന്നും മിണ്ടാണ്ട് എന്താണോ പറയുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കുക, കൂൾ ആൻഡ് കാമായിട്ട് ചെയ്തു കൊടുക്കുക. കാരണം ദേഷ്യം തണിയട്ടെ. അതിൽ ഓരോ ഉരുള ചോറും വായിലെത്തുന്നതിനനുസരിച്ചിട്ട് ദേഷ്യം ഇങ്ങനെ കുറഞ്ഞു നിങ്ങൾ മുഖത്ത് വാച്ച് ചെയ്ത് നോക്കി, ഞാൻ വാച്ച് ചെയ്തിട്ടുള്ളതാ, അതിന്റെ അനുഭവം പറയാം. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലെ. ആ വെള്ളം കുടിച്ച് ഒന്ന് പോയി കിടന്ന് റിലാക്സ് ആയി കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചോദിക്കരുത് കേട്ടോ, പിന്നാലാണ് നിങ്ങളെ മുഖം എന്താ അങ്ങനെ, നിങ്ങൾക്ക് എന്തിനാ ദേഷ്യം, അങ്ങനെ ഒന്നും ചോദിക്കരുത്, വിട്ടേക്ക്. അവര് കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് എന്തേലും പ്രശ്നം, എന്തേലും പീടികയിൽ എന്തോ ആരോട് അടി കിട്ടിയോ എന്നൊക്കെ തമാശ ചോദിക്കാം. ആരോട് അടി കിട്ടിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം പിടിച്ചെന്നൊക്കെ തമാശ ചോദിക്കാം. അപ്പൊ പറയും, സംഭവം പറയാം.
സാരില്ല, പൈസന്റെ ഇല്ല, പൈസ ഇന്ന് വന്ന് നാളെ പോണല്ലേ, അത് നമ്മൾ എവിടെന്നെങ്കിലൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെങ്കിലൊക്കെ കണ്ടുവച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പൊ അതിനേക്കാൾ ഇരട്ടി ദേഷ്യം നമുക്ക് പാടില്ല. അത് തന്നെയാണ് ടീനേജേഴ്സ് കുട്ടികളൊക്കെ, അവർക്ക് ഭയങ്കര ദേഷ്യം. അപ്പൊ കാരണം അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ഓല്. പണ്ടത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ ടീനേജേഴ്സ്, അതുകൊണ്ട് തന്നെ ഓർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ. ആ ദേഷ്യമൊക്കെ കഴിഞ്ഞിട്ടാണ് അവരോട് ചോദിക്കേണ്ടത് കേട്ടോ. അതിൽ നല്ല കൂളായിരിക്കുമ്പോ എനിക്ക് മോൻ എന്തേലും സ്കൂളിൽ നിന്ന് വരുമ്പോ വല്ലാത്തൊരു കണ്ണമ്മോ ആരോ ചീത്തറിഞ്ഞോ അവനെ അടിച്ചോ അങ്ങനൊക്കെ കൂളായിട്ട് ചോദിക്കുക. അതുപോലെ ചില മനുഷ്യന്മാര് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, ഗ്ലൂമി ആയിരിക്കും, മിണ്ടൂല, മുഖം കയറ്റി വെക്കും. ദയവ് ചെയ്ത് പെണ്ണുങ്ങളെ, 100-300 ആളുണ്ടല്ലേ ക്ലാസ്സിൽ, ഒരാളും തന്നെ മുഖം കയറ്റി വെക്കല്ല, മുഖം നിറക്കി താഴോട്ട് വെക്ക്, ചിരിച്ചിട്ട് നല്ല ഫേസ് ആയിട്ടിരിക്കുക. അത് നമുക്ക് അള്ളാഹു നമുക്കും സന്തോഷം തരും, കാണുന്നവർക്കും പ്ലഷർ കിട്ടും. നമ്മളെ ഈ പ്ലഷർ കൊണ്ട് അവർക്കും പ്ലഷർ കിട്ടും അല്ലെ. നല്ല ചിരിക്കുന്ന മുഖമായി കഴിഞ്ഞാൽ, പൊട്ടിച്ചിരിക്കണ്ടെന്നല്ലേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ, ചിരിക്കണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലാലോ. പിന്നെ തമാശകൾ കേട്ടാ പോലും ചിരിക്കാത്ത ആൾക്കാരുണ്ട്. ആര് തമാശ പറഞ്ഞോട്ടെ, അതൊരു കുട്ടി ആയിക്കോട്ടെ വലിയവരായിക്കോട്ടെ, ആര് തമാശ പറഞ്ഞാൽ നമുക്ക് ചിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ തമാശ പറയുന്നവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ കേൾക്കാനായിട്ട് ചെവി കൂർപ്പിച്ചിരുന്നു. അവരോടൊപ്പം തമാശകൾ ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹും കൂടി പിന്നെ കാരക്ക തിന്നാൻ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ഒപ്പരായിരിക്കും. അപ്പൊ ഇരുന്നപ്പോ പിന്നെ ഒരുപാട് കാരക്ക തിന്നൂല, നമ്മള് ചോറുന്നും പോലെ കാരക്ക തിന്നും തോന്നുന്നു, അല്ലാഹു അല. തിന്നപ്പോ നബിന്റെ അടുത്ത് എത്ര കുരു. അപ്പൊ അലി റളിയല്ലാഹു എന്ത് പണിയെടുത്തോലെ, അലി റളിയല്ലാഹു തിന്ന കാരക്കന്റെ കുരുവൊക്കെ നബിന്റെ കൂടെ കൂട്ടിയിട്ടോലെ. അപ്പൊ അലി പിന്നെ പറഞ്ഞോലെ, ഫാത്തിമ നോക്ക് എന്റെ ഉപ്പ തിന്ന കാരക്ക നോക്ക്, ഇത് എന്ത് തിന്നലേ തിന്നത് ഇത്രയൊക്കെ. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞോലെ, ഞാന് കാരക്കല്ലേ തിന്നിട്ടുള്ളൂ, അലി കാരക്കന്റെ കുരുവും കൂടി തിന്നാളിഞ്ഞല്ലോ. അലിന്റെ മുമ്പിൽ ഒറ്റ കുരു ഇല്ല. അപ്പൊ അലി കുരു അടക്കം തിന്നല്ലോ, ഞാൻ കാരക്കല്ല തിന്നല്ല, വിറ്റല്ല അല്ലെ. അങ്ങനെയൊക്കെ പല വിറ്റും പറഞ്ഞ് ചിരിക്കുക. ഈ അടുത്തൊരു കുട്ടി പിന്നെ പിന്നെ മാർക്കം കഴിഞ്ഞ സുന്നത്ത് കർമ്മം കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ഒരു പള്ളി പോലെ ഉണ്ടല്ലോ, അങ്ങനെ പള്ളിയിൽ പോയതാണ്. കുട്ടി പള്ളിയിൽ പോയി പിന്നെ നിസ്കരിക്കാൻ കഴിയട്ടെ, എന്റെ മൂത്ത കസിനാണ് കൊണ്ടായിട്ടുള്ളത്. പിന്നെ ലഹറിസ്കാരത്തിന് മൗലവി ഒന്നും മിണ്ടുന്നില്ല അല്ലെ, അയാൾ ഇങ്ങനെ കയ്യും കെട്ടി മിണ്ടാണ്ട്. ഇത് കേട്ട 8 വയസ്സായ 9 വയസ്സായ മോനെ ഉറക്കങ്ങോട്ട് ഓതിയോലെ ഫാത്തിയ, നല്ലോണം മര്യാദയ്ക്ക് അറിയൊന്നുമില്ലോ അല്ലെ. ഫാത്തിയ ഓതി നിസ്കരിച്ച് പിന്നെ എണീറ്റ് കയ്യെത്തിയപ്പോ മറ്റേ ചെക്കൻ കാലോണ്ട് ഇങ്ങനെ തോണ്ടി പിന്നെ ഓതി പോകുമെന്നുള്ള ഈ കൂട്ടി വന്ന കുട്ടിക്ക് കുറവായിട്ട് നിന്നൂടാ. സംഭവം ഒരു തമാശ ആണെങ്കിൽ പോലും കുട്ടികളെ നിഷ്കളങ്കത്വം അവർക്കറിയില്ലാലോ. കാരണം പ്രകാശമുള്ള സമയത്ത് പകലത്തെ നമസ്കാരത്തിനൊന്നും ഒച്ചത്തിൽ ഓതാൻ പാടില്ലല്ലോ, രാത്രിയല്ലേ ഒച്ചത്തിൽ ഓടാൻ മഗ്‌രിബ് സുബഹി മാത്രല്ലേ ഓതുള്ളൂ. അങ്ങനെ അപ്പൊ അതുപോലെ ഇങ്ങനെ പല വിറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കേട്ടാല് ഒന്ന് ചിരിച്ചു കൊടുക്കണം. ആര് പറഞ്ഞാലും വിറ്റ്, ആര് നമ്മളെ ശത്രു പറഞ്ഞാലും വെച്ചാല് എന്നൊരു ചൊല്ലുണ്ടല്ലോ അല്ലെ, സ്വന്തം ഉമ്മ വീണാലും ചിരിച്ചു പോകുന്നു, ആരെങ്കിലും വീണാൽ നമ്മൾ ചിരിച്ചു പോകും അല്ല. അതുപോലെ ശത്രുക്കൾ പറഞ്ഞാലും ചിരിക്കണം. ശത്രുക്കൾ എന്ന് പറഞ്ഞ ഒരു സാധനയെ ഇല്ലാണ്ടാവും. നല്ല സ്വഭാവം കൊണ്ട് നടന്ന അവർക്ക് എല്ലാരും മിത്രങ്ങളാക്കി വെക്കും. അങ്ങനെ തന്നെ, അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡാണത്. പിന്നെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടില്ല അല്ലെ, ചില ആളുകളെ തെരഞ്ഞെടുത്ത് ഇഷ്ടപ്പെടല് അങ്ങനെ ഇല്ല. നമ്മളെ ചുറ്റുപാടുള്ള എൻ്റെ ഉമ്മ, എൻ്റെ അമ്മായിയമ്മ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, കുട്ടികള്, ഇവരൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റി, വ്യത്യസ്ത സ്വഭാവക്കാരാണ്. എങ്കിലും ഞാൻ അവരിഷ്ടപ്പെടുന്നു അല്ലെ. ചിലര് ഭർത്താവാണെങ്കിൽ എല്ലാം വാങ്ങിത്തരുമൊക്കെ അതൊക്കെയും ചെയ്യും, ചിലപ്പോ എന്ത് പറഞ്ഞാലും ദേഷ്യമാണ്. ഒരു സ്നേഹം അഭിനയിക്കൂല അല്ലെ. ഭാര്യനോടാണെങ്കിൽ പോലും ഒരു സ്നേഹമൊക്കെ അഭിനയിക്കാം അല്ലെ. ഒന്ന് തോളുമ്മ കൈയിട്ട്, നല്ല ചുരിദാറാണല്ലോ ഇട്ട്, നല്ല സ്റ്റൈൽ ഉണ്ടല്ലോ എന്നൊക്കെ ഒന്ന് പറഞ്ഞൂടെ. ഓലാന്ന് പറയും, ഞാൻ അങ്ങോട്ട് പറയൂട്ടോ, പറയോ നല്ല ഷർട്ടല്ല, അത് എങ്ങോട്ടാ നിക്കാഹ് കഴിക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിങ്ങനെ ഓരോന്ന് കളിയാക്കുക. ഇതിന് മറ്റേ തുണിയും കിട്ടോ നല്ലത്, അങ്ങനെ കമന്റ്സ് പറഞ്ഞു കൊടുക്കുക. അത് നല്ലതാണ്, നമുക്ക് അങ്ങോട്ടും പറഞ്ഞു, ഒരു ഇങ്ങോട്ട് പറയുന്നില്ലേ പോട്ടെ, അവർക്ക് അത് അറിയില്ലേക്കും, നമുക്ക് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് തന്നെ നിൽക്കണം. അതുപോലെ ചില ആളുകൾ നമ്മളോട് ഭയങ്കര ദേഷ്യം പിടിച്ച് മസല് പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും. കല്യാണപ്പോരെയൊന്നും കണ്ട അങ്ങനാണ് ഒരു മിണ്ടൂല കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടിക്കാളാ. അത് ഇങ്ങോട്ട് മിണ്ടാണ്ട് അങ്ങോട്ട് മിണ്ടിയാൽ ഒരിക്കലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാര് പിന്നെ തമ്മിൽ പിണങ്ങിയോ അല്ലെ. അങ്ങനെ പിണങ്ങിയിട്ട് നബിന്റെ അടുത്ത് എത്തിന്ന് തോന്നുന്നു കേസ്. ഇവർ രണ്ടാളും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ 3 ദിവസമായിട്ട് ആയപ്പോ നബിന്റെ അടുത്ത് എത്തിയപ്പോ അങ്ങനെ സംഭവം പറഞ്ഞു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ നീ എന്താ അങ്ങനെ മിണ്ടാണ്ട്, അന്നേരം പറഞ്ഞോലെ, ഞാൻ വിചാരിച്ചു
ഹുസൈൻ എന്നോട് മിണ്ടട്ടെ, അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ആ വീട് ഹുസൈന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്ത് നല്ല മാനസികാവസ്ഥ നമ്മൾ വിചാരിക്കുക. നമ്മളെ ഏട്ടത്തിക്ക് അനിയത്തിക്ക് അങ്ങനെ സ്വർഗത്തിൽ വീടിട്ടണേ ആദ്യം പോയി മിണ്ടൂല നമ്മള് അല്ലേ? പക്ഷെ അതിന്റെ ഇന്റൻഷൻ വേറെ കേട്ടോ. ആ മിണ്ടാൻ താമസിച്ച് എന്നേരിച്ച് നമ്മൾ മിണ്ടാൻ താമസിക്കൊന്നും വേണ്ട, നമ്മൾ പോയി മിണ്ടല്ലേ. ചില ആളുകൾ ഭയങ്കര മസിൽ പിടിച്ച് കണ്ടാ മിണ്ടണോന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചേ മോള് വന്നോ ഗൾഫൊന്നും എപ്പോഴാ പോയത്, അല്ലെങ്കിൽ അവളെ പ്രസവമൊക്കെ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം അങ്ങോട്ട് ചോദിച്ചേക്കും അല്ലേ. കാരണം നമുക്ക് കണക്കില്ല, നമുക്ക് ആദ്യം വേണ്ടിയിട്ടുള്ള കൂലിയും വേണം, സ്വർഗത്തിലെ വീടും വേണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടയിൽ മൊത്തത്തിൽ ശത്രുക്കളുടെ എണ്ണസംഖ്യ വളരെ കുറഞ്ഞിട്ട് വരും. പിന്നെ അവര് നമുക്കൊണ്ട് പലതും പറയും, അത് നമ്മുടെ ചെവിട്ടിലെത്തി. എനിക്കൊക്കെ പെട്ടെന്നാണ് അങ്ങനെ ആരെങ്കിലും എന്നെക്കൊണ്ട് പറഞ്ഞാൽ ആ കേട്ടോലിക്ക് എന്ന് എന്നോട് വന്ന് പറയാൻ ഞാൻ സമാധാനം ഉണ്ടാകും. ഒരിക്കലും അതുപോലെ എൻ്റെ ഒരു ഡിയർ ഫ്രണ്ടാണ്, അവര് ഇപ്പൊ ഡിയർ ഫ്രണ്ട് ആയതാണ്. വന്ന് ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ എത്തിയ പാടെ എന്നെ കൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തോല. പറഞ്ഞ ആളടക്കം വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനൊക്കെ നിങ്ങൾ ഇത്ര നല്ല സ്വഭാവമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അല്ല ഞാനൊരു കിബിറിന് പറയല്ലോ കേട്ടോ, ഇന്നെ കൊണ്ട് ഇന്ന ആളുങ്ങളെ കൊണ്ട് ഇങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞതാ. പറഞ്ഞേ അങ്ങനെ പറഞ്ഞെന്നാ ഞാൻ നട്ട് അതേ നിങ്ങളോട് ഇങ്ങനെ മിണ്ടാഞ്ഞതൊക്കെ അവരത് പറഞ്ഞ പറഞ്ഞത് സാറില്ല വിളിക്ക് ചിലപ്പോ എന്തോ സന്തോഷം കൊണ്ട് പറഞ്ഞാക്കി അങ്ങനെ, അല്ലാണ്ട് ഇപ്പൊ കുറ്റം പറയാൻ പറ്റൂല അല്ല അങ്ങനെ. അപ്പം അങ്ങനെ കേട്ടോല് വന്ന് പറഞ്ഞു തരും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അവരോട് ഒരു ലേശം പോലും വിരോധം പാടില്ല. അത് വെച്ചാൽ എന്റെ കുട്ടികളൊക്കെ തന്നെ ചോദിക്കൂ, അവര് വീട്ടിലൊക്കെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവല്ലോ, അപ്പം ചോദിക്കും ഉണ്ടല്ലേ എത്ര ഉൾപ്പെട്ട് ചീത്ത കേട്ടാൽ പിന്നെ ഓരോ കൊള്ള തന്നെ പോവും. ഞാൻ പറയാം അതാണ് മോനെ ഏറ്റവും വലിയ ക്വാളിറ്റി. പിണങ്ങുന്നവരോട് പിണങ്ങാന്നറിയുന്നത് നോർമൽ എല്ലാവർക്കും പറ്റും. പക്ഷെ പിണങ്ങുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. കാരണം അവര് നമുക്ക് പല രീതിയിലുള്ള പാരകൾ വെച്ചിട്ടായിരിക്കും പിണങ്ങുക അല്ലെ. അവരെ നമ്മൾ സ്നേഹിക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഇല്ലാത്തതൊക്കെ ഒരുപാട് പറഞ്ഞു വരുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ കേട്ടല്ലോ പറഞ്ഞില്ല, അതുപോലെയൊക്കെ പലതും പറഞ്ഞു വരുത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നമ്മളെ കൊണ്ട് കുറ്റവും പറയില്ല, അവര് പ്രതിഫലവും തരൂല അല്ലെ. ആക്ച്വലി അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ നമ്മളെ ഉമ്മ അനിയത്തിമാരൊക്കെ എന്താ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും എന്താ അങ്ങനെ ആക്കത് ഇങ്ങനെ, അല്ല നമ്മൾ കേൾക്കാണ്ട് നമ്മളെ കുറ്റം അവര് പുറത്തുപോയി പറയില്ലല്ലോ. പക്ഷെ ഈ നമ്മളെ കുറ്റങ്ങൾ ചെകഞ്ഞ് അന്വേഷിച്ച് നമ്മളെ പുറത്ത് വഷളാക്കല് മറ്റുള്ളവരാണ്. അപ്പൊ അവരോടും നമ്മൾ നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാല് ഒരിക്കലും ഒരു പണക്കിനോ ഒരു വിദ്വേഷത്തിനോ ഒന്നും ചാൻസും ഉണ്ടാവില്ല. നമ്മളെ മനസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ ഒരു സാധനം ഉണ്ട്, അത് ചീത്തയായാലും ഇത്രക്ക് മോശമായത് വേറെ ഒന്നുമില്ല, അത് നന്നായാലും ഇത്രക്ക് നല്ലതും വേറെ ഒന്നുമില്ല അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ കൽബ് ഹാഹുന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൽബ് വൃത്തിയായിട്ടിരിക്കും. പിന്നെ അപ്പം ഇപ്പം ഹസ്ബൻഡുമാരൊക്കെ ഇങ്ങനത്തെ വീട്ടിൽ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നാൽ തന്നെ ഈ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അല്ലെ. സത്യത്തിൽ ആക്ച്വലി നമുക്ക് വിഷമമില്ലായിട്ടാണ്, നമുക്ക് സങ്കടമില്ലായിട്ടാണ്, പ്രശ്നമില്ല, നമുക്ക് അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിൽ ആൾക്കാരോട് പെരുമാറിക്കൊണ്ടേ ഇരിക്കും. ഈവൻ മക്കളായാലും ശരി, ഇനിയിപ്പോ ഒരു ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓല മുഖവും കളിയൊക്കെ കാണുമ്പോ അല്ലെ അല്ലാതെ അങ്ങനെ ചൊറിഞ്ഞ് കയറും, മിണ്ടാണ്ടിരിക്കും. എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മക്കണ്ട് ഒരു വർത്താനം, കുഴഞ്ഞ കൈ പൊന്തി പോകും എന്റെ കളി കണ്ടാല്. കുട്ടികൾ കുത്തകട കളിക്കുമ്പോ പറയുന്നത്. അപ്പൊ ആദ്യം ഒന്നും അതിന്റെ ഗ്രാമർ ഇത് തിരിഞ്ഞില്ല, പിന്നെ മനസ്സിലായത് അതായത് തീരെ പൊന്താത്ത കൈ പോലും അടിക്കാൻ വേണ്ടി പൊന്തിപ്പോകും മാതിരി കുരുത്തക്കെട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ പണ്ടൊക്കെ, എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു രസകരമായ ഒരു കഥ. അപ്പൊ ഒരിക്കല് ഭയങ്കര രസികനായ ഒരു ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ടി.വി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാലോ. ഭയങ്കര കോടീശ്വരനായിട്ടാ മരിക്കുന്നത് അദ്ദേഹം. അപ്പൊ അയാൾ ഒരു കൊമേഡിയൻ ആർട്ടിസ്റ്റ് ആണ്. ഒരു ഇന്റർനാഷണൽ പിന്നെ മീറ്റിങ്ങിൽ വെച്ചിട്ട് അയാൾ എന്തോ ഒരു വിറ്റ് പറഞ്ഞത്രേ. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ ആൾക്കാരൊക്കെ ഹായ് ഹോ എന്ന് പറഞ്ഞ് കൈമുട്ടി ചിരിച്ചു പോലൊക്കെ അങ്ങനെ കൈമുട്ടല്ലോ. അങ്ങനെ രണ്ടാമത് മതി പറഞ്ഞപ്പോ 50% ആളുകൾ ചിരിച്ചു. മൂന്നാമത്തെ വാറി പറഞ്ഞപ്പോ വളരെ കുറച്ച് ആളുകളെ ചിരിച്ചോളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചത്രേ ഇതെന്താ നിങ്ങൾ പിന്നെ ചിരിക്കാതിരുന്ന പോലെ. ഒരു വിറ്റ് തന്നെ കുറെ കേട്ട ആരെങ്കിലും ചിരിക്കുവോ എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. അയാളൊരു മൊയന്താട്ടോ, കണ്ടവർക്ക് അറിയാം, ഒരു കണ്ട ഒരു മൊയന്ത് ലുക്ക് തന്നെയാണ് അയാൾ. അത് അങ്ങനെ തന്നെ അയാളെ ചിത്രീകരിക്കല്ലോ. ഒരു വെലിഞ്ഞൊരു മനുഷ്യനുമാണ്, നടക്കലൊക്കെ അങ്ങനെ ഭയങ്കര വിറ്റ. അപ്പൊ അയാൾ ചോദിച്ചു, ഒരു വിഷമം ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്ര വർഷകാലം നിങ്ങൾ ഓർത്ത് കരയും. അപ്പൊ എന്താ വിറ്റ് മാത്രം കേട്ട നിങ്ങൾ ചിരിക്കാത്തത് അല്ലെ. അതൊരു ശരി തന്നെ അല്ലെ. പറഞ്ഞത് മൊയന്താണെങ്കിൽ പോലും അതും ഒരു ശരിയാണ്. കാരണം നമ്മൾ വിറ്റ് കേട്ട ഒരിക്കലല്ലേ ചിരിക്കുള്ളൂ. അങ്ങനെ അപ്പൊ നമ്മള് ആളുകളായിട്ട് കീപ്പ് ഐ കോണ്ടാക്ട് നിലനിർത്തുക, ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിൽ ലേഡീസിനായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവർ ഇന്ററാക്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരണമല്ലോ, എന്നാലല്ലേ ഒരു വായി തുറക്കുള്ളൂ. അപ്പൊ എന്നോടുണ്ട് ചില പെണ്ണുങ്ങളൊക്കെ
എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. ആരെങ്കിലും വന്നാലൊന്നും ഞാനൊന്നും മിണ്ടൂല, പോയി പുറത്തേക്കു. നമ്മൾ ഇനി അങ്ങനെ പറ്റൂല, ഈ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കണം, അങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിച്ചായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട് അല്ലെ. ആളുകളോട് ഇപ്പൊ മിണ്ടിയ എന്താ, ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് വർത്താനം പറഞ്ഞു ഇരിക്കിന്ന് പറഞ്ഞ് ചിരിക്കുക, വർത്താനം പറയാ, ചോറിന്നിട്ട് പോവാ അല്ലെ ചായ എന്നിട്ട് പോവാ, കുടിച്ചിട്ട് പോവാന്നൊക്കെ പറയുന്നതിന് ഇപ്പൊ എന്താ, അതിനൊക്കെ ഒരു കോച്ചിങ് വേണം, അതിനൊന്നും ആവശ്യമില്ല. ഇനി നമ്മൾ തന്നെ മാറി തുടങ്ങുക അല്ലെ, ഇന്റിമസി ക്രിയേറ്റ് ചെയ്യുക, ആളുകളോട് ഒരു അടുപ്പം അല്ലെ, ആളുകളോട് മുഖത്ത് നിലത്ത് നോക്കി സംസാരിക്കല് ഒരു ലക്ഷണമാണ്, അത് ശരിയില്ല. ആളുകളുടെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുക. പിന്നെ ആളുകളെ സംസാരിക്കുമ്പോൾ മൊബൈൽ അവോയ്ഡ് ചെയ്യുക അല്ലെ, മൊബൈൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മൊബൈൽ വെച്ചിട്ട് നമ്മളെ കയ്യിൽ മൊബൈൽ നോക്കിയിട്ട് ആളുകളായിട്ട് സംസാരിക്കരുത്. എമർജൻസി കേസിലൊക്കെ എടുക്കാം അല്ലെ. പിന്നെ സിമ്പതറ്റിക് ആവാണ്ട് എമ്പത്തറ്റിക് ആവുക, അതായത് ആൾക്കാരോടോ നിങ്ങൾക്ക് വല്ലാ കഷ്ടപ്പാടല്ലേ, വല്ലാ ബുദ്ധിമുട്ടാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ ഡിമോട്ട് ചെയ്യാണ്ട് അവരുടെ വിഷമത്തിൽ പ്രയാസങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും നമ്മളെ വായി കൊണ്ട് ഓറൽ ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. കൗൺസിലിംഗ് മീൻസ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ. ഇപ്പൊ എന്റെ ഇതിലൊക്കെ കുട്ടികളെ കല്യാണം കഴിക്കുന്ന പലരൊക്കെ വന്നിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ ഞാൻ പറയും, നിങ്ങളിപ്പോ ഇങ്ങനെ ബേജാറ് പിടിച്ച് ഓടി നടക്കുന്നില്ലേ, എന്നൊന്നും ആവശ്യമില്ല. ആക്ച്വലി നിങ്ങളെ മോക്ക് കല്യാണത്തിന് ഇടേണ്ട ഡ്രസ്സ് ഏതെങ്കിലും ഒരു കോമൺ വെഡിങ് ഡ്രസ്സിൽ ഇതിലുണ്ടാവും. ഇങ്ങനെ ഇപ്പൊ കുറെ ഡ്രസ്സൊക്കെ വെഡിങ് ഡ്രസ്സ് വെറുതെ കൊടുക്കുന്നവരും പിന്നെ റെന്റ് പോലെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവിടെങ്കിലും ഉണ്ടാവും. ഏതെല്ലോ മുതലാളിമാരെ കിശയിലുള്ള പൈസ കൊണ്ട് നിങ്ങളെ ഏതൊക്കെയോ പീടികയിൽ നിങ്ങളെ അരി ഉണ്ടാവും വന്ന് കിടക്കുന്ന, അത് വന്ന് ബിരിയാണി വെക്കും. അത് നല്ല ഭാഗത്ത് കഴിയാൻ യോഗം ഉണ്ടെങ്കിൽ അത് നന്ന വൃത്തിയിൽ തന്നെ കഴിയും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ബേജാറ് പിടിച്ച് ഓടി നടക്കല്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വെഡിത്തായി പോകുന്നു. നിങ്ങളിപ്പോ ചെയ്യാനുള്ള ഏറ്റവും നന്നായി കഴിയാൻ വേണ്ടിയിട്ട് ഒരു 5 പൈസ കടം വരാതിരിക്കാനും വേണ്ടി ദ്വാരുന്നോളി. അല്ലാണ്ട് ഇതൊന്നും തലേ കെട്ടി നിങ്ങൾ ആകെ കുട്ടി പോകുന്നതോട് കൂടി നിങ്ങൾ ഡള്ളാവും എന്നൊക്കെ പറഞ്ഞെടുത്ത് വിട്ടവനാ മോളെ ഒരു സമാധാനമായി ഇപ്പോൾ. അല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളിപ്പോ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞിട്ടും ആലോചിക്കാണ്ട് നടന്നാലും സംഭവമൊക്കെ അതുപോലൊക്കെ തന്നെ നടക്കുള്ളൂ. അല്ലാതെ എന്തൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ അങ്ങനത്തെ ഓരോ വിഷമമൊക്കെ പറഞ്ഞു വരുന്നവരോട് എമ്പത്തറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ അവരുടെ വിഷമത്തിൽ നമുക്ക് കഴിയുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് താടിക്ക് കയ്യും കൊടുത്താ വല്ലാതെ കൊളായി പോയില്ല ആയിസ്താത്ത നിങ്ങൾ എന്താ ചെയ്യലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക. പിന്നെ സങ്കടം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക അല്ലെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെ. അതും അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സഹായ വാഗ്ദാനങ്ങൾ. പിന്നെ ഇനിയിപ്പോ ചിലപ്പോ ഇന്ന ആളെടുത്ത് പോയാൽ കിട്ടും, ഇനിയിപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ്ട, നിങ്ങൾ അല്ലാണ്ട് പോയി നോക്കി, ചിലപ്പം നിനക്ക് തന്നെ പണിയെന്ന് അറിയില്ല, അങ്ങനെയുണ്ട് ആൾക്കാരുണ്ട്. അങ്ങനെ ആരെങ്കിലൊക്കെ നമുക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കാം അല്ലെ. അങ്ങനെ അപ്പൊ കഴിയുന്നത്ര സഹായിക്കുമെന്ന് അവർക്ക് ഒരു എമ്പതറ്റിക് മോഡിൽ അവരെ സഹായിക്കുന്ന ഒരു രീതി ചെയ്യാം അല്ലെ. പിന്നെ പിന്നെ പണ്ടൊരു ചൊല്ലുണ്ട് അല്ലെ, ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കരുത് അല്ലെ. ഇഫ് യു ഗീവ് ദ എലിഫന്റ് ഡു നോട്ട് ഗിവ് ഹോപ്പ് അല്ലെ. ആന വേണമെങ്കിൽ കൊടുക്കാം, ആശ കൊടുക്കരുത്. അതുപോലെ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞ് വലിയൊരു സംഖ്യ ഞങ്ങൾക്ക് തരാം എന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് കിട്ടുമോന്ന് അറിയില്ലാലോ അല്ലെ. നോക്കാം ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ തരാം, നോക്കിയിട്ട് കൈകാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു. അതുപോലെ ചില ആളുകൾ കടത്തിന് വരും കേട്ടോ. കടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് പറ്റ തൊപ്പിയാണ്, ഇത് കൊടുത്ത് അതും കൊണ്ട് മുങ്ങും. പല കേസസും നമ്മൾ ചെവിട് കേട്ടിട്ടുണ്ടല്ലോ, ചിലതൊക്കെ കേട്ടാൽ നമുക്ക് ഒരു അനുഭവമേ ഗുരുവാണല്ലോ. അങ്ങനത്തെ ആളുകൾ വന്ന് ചോദിച്ചാൽ പൈസ ഇപ്പോൾ ഉള്ള പുറത്താണ്, ഞാൻ പിന്നെ എൻ്റെ ഏട്ടത്തിനെ വിളിച്ച് നോക്കട്ടെ ഓലടുത്ത് എന്തോ ഉണ്ടോ എന്നുള്ളത് അറിയാം. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഒരു 10 മണിന്റെ മുമ്പേ ഞാൻ വിളിക്കുകയാണെങ്കിൽ, അല്ല 10 മണിന്റെ മുമ്പേ വിളിച്ച് പറയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാന്ന് വിചാരിച്ചോളി. അതെന്താണെന്നറിയോ, അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് പിണങ്ങേണ്ടി വരും അല്ലെ. ഷുവറായിട്ടും പിണങ്ങേണ്ടി വരും. കാരണം അവരത് തിരിച്ചു തരൂല, അത് മുക്കാൻ വേണ്ടി വന്നോലായിരിക്കും. ചില പല കളിയും ഇപ്പൊ എത്ര ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഫുൾ കണ്ടംപററി സാധനം മുഴുവൻ നിറച്ചിട്ട് ഹൗസ് വാമിങ് കഴിക്കുന്നോല്, അതല്ല പല തരത്തിലുള്ള ഡ്രസ്സ് പല ദിവസങ്ങളിലും പല കളർ ഡ്രസ്സ് ഉപയോഗിച്ച് കല്യാണം കഴിക്കുന്നോലൊക്കെ ഉണ്ട്. ഇപ്പൊ എപ്പോഴും ഉണ്ട് കേട്ടോ അതൊക്കെ. അപ്പൊ അവർക്കൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹറാമിയത്തിലേക്കാണ് ആ പൈസ പോക്ക്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യാം? അങ്ങനല്ല, അങ്ങനെ കളവ് എന്ന് മീൻസ് നമ്മളിപ്പോ അത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് തന്നെ ഒരു ഭാരാവും. കാരണം അത് നമ്മൾ പല പ്രാവശ്യം വിളിച്ചു ചോദിക്കുന്നു, അവര് പൈസ തരൂല, പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകും, ബന്ധങ്ങൾ മുറിഞ്ഞു പോകും, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? ഒരു പിണക്കുണ്ടാക്കാൻ നല്ല എളുപ്പ.
അല്ലേ? നല്ല എളുപ്പം ഒരു സുന്ദരമായിട്ട് എന്തെങ്കിലും ഒരു നല്ല കടുത്ത വാക്ക് അമ്മായിമ്മനോടോ പുതിയാപ്പിളിനോടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു പിണക്കായി. ആ പിണക്ക് ഉണ്ടാക്കിയ പോലെ നമുക്ക് ഇണങ്ങി വരാൻ പറ്റുമോ? പറ്റൂല. അത് എത്ര ആള് വിചാരിച്ചാലും എത്ര ചർച്ചകൾ നടന്നാലും ചിലപ്പോൾ ഡിവോഴ്സുമേൽ വരെ എത്തും. അല്ലേ? എനിക്കറിയാം ഒരു അനുഭവത്തിൽ ഒരു കുട്ടീനെ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം ഉണ്ടാക്കി ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്താ കുറെ നേരം വെയിറ്റ് ചെയ്ത് പെരുന്നാളിന്റെ അന്നായിരുന്നു. അദ്ദേഹം ഏതോ ഒരു മരണ വീട്ടിൽ പോയി ലേറ്റായി. ഫുഡ് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 7 മണി 6 മണി ആയപ്പോ അമ്മായിമ്മ എന്നെ പറഞ്ഞല്ലോ, മോളെ അതെടുത്ത് ആർക്കേം കൊടുത്തൊക്കെ ഇനിയിപ്പൊ എന്തിനു പറ്റും, പെരുന്നാളിന്റെ അന്ന് ചോറ് ഒരടുത്ത വീട്ടിലേക്ക് കൊടുത്തപ്പോ ഉണ്ട് കറക്റ്റ് സമയത്ത് ഹസ്ബൻഡും അവന്റെ ഓഫീസിലെ സ്റ്റാഫിനെയും കുട്ടി വരും എന്ന് പറഞ്ഞതാണ്. ഫുഡ് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. പെരുന്നാളിന്റെ അന്ന് ഷോപ്പിലൊന്നും ഫുഡ് കിട്ടൂല. അന്ന് ആ കുട്ടീന്റെ വാപ്പനെ പറഞ്ഞ കേസ് അവിടെ ഒരു ഡിവോഴ്സ് നടന്നത്. അവരൊറ്റ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, എന്റെ വാപ്പ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞതാ. ആ കാരണത്താൽ ആ പെണ്ണ് എത്രയോ ദിവസങ്ങൾ അദ്ദേഹത്തിനോട് പിണങ്ങി നടന്നു. അങ്ങനെ ഡിവോഴ്സായി. ഇപ്പോഴും പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അതുപോലെ ഒരു വാക്ക് മതി പിണങ്ങാൻ, അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഈ സച്ച് ടൈപ്പ് ആൾക്കാരായിട്ട് പെരുമാറുമ്പോ എന്തെങ്കിലും ഉടായ്പ് പറഞ്ഞിട്ട്, അതായത് ഞാൻ ഉണ്ടെങ്കിൽ വിളിക്കും, രാത്രി 10 മണിക്ക് മുമ്പേ വിളിച്ചാൽ പൈസ കിട്ടും. അതായത് പൈസ ഇല്ല എന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല, 10 മണിന്റെ മുമ്പ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും എന്നാണല്ലോ പറഞ്ഞ. അങ്ങനെ അപ്പം ഇതിനിപ്പോ അള്ളാഹു നമ്മളെ ഭാഗത്തുണ്ടാവും. കാരണം കടം വാങ്ങിക്കൊണ്ടായിട്ട് തരൂല എന്നുള്ളവർക്ക് കടം കൊടുക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒന്നത്. രണ്ടാമത്താണെങ്കിൽ കടം പോയ കാരണം നമ്മൾ തമ്മിൽ വ്യക്തിബന്ധങ്ങൾ തകരും. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കൂല, പിന്നെ മിണ്ടൂല, പിന്നെ അങ്ങനെ 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 വിട്ടുപോകും. അപ്പൊ അതിലും തമ്മിൽ ഭേദം തൊമ്മനാണല്ലോ. അങ്ങനെ പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലര് നമ്മളോട് ഇങ്ങനെ പിന്നാലെ നടക്കും, അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവരിട്ട് ചെയ്യയില്ല, അല്ലെ? ഇനി നമുക്ക് സമയമില്ലെങ്കിലും നമ്മൾ അത്, അപ്പം ചില കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കണം. എനിക്കത് പറ്റില്ല എന്ന് പറയാൻ പഠിക്കണം. അപ്പൊ വീട്ടിൽ തന്നെ കുട്ടികൾ 4 ടൈപ്പ് 4 എണ്ണം, ഒന്ന് ദോശ, ഒന്ന് ഇഡ്ഡലി, ഒന്നിന് പുട്ടിന് കടല, ഒന്നിന് പുട്ടിന് പഴം, ഒരാൾക്ക് പത്തിരി പറ്റൂല, ഇങ്ങനെ 4 ടൈപ്പ് വരും. ഹസ്ബൻഡ് വേറെ, അല്ലെ? ഉമ്മ ഉപ്പ ഉണ്ടെങ്കിൽ ഓലെ BP ഷുഗർ വേറെ. നമ്മൾ എന്ത് ചെയ്യൂ? നമ്മളിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉണ്ടാക്കി കൊടുക്കണോ? നോ, നമുക്ക് പറ്റൂല തന്നെ പറയണം. പറ്റൂല എന്ന് തന്നെ പറയണം. അവിടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. ഒന്നില്ലെങ്കിൽ 2 എണ്ണം ഒക്കെ ഇഡ്ഡലിയും ദോശയും അത് ഓക്കെ, ഒന്ന് തട്ടിലും പാരം ഒന്ന് പരത്തിയും പാർന്നാൽ അതായല്ലോ, അല്ലെ? അങ്ങനെ. അതല്ലാണ്ട് എല്ലാ കാര്യവും നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ബേർഡൻ തലമേല്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും നമ്മളൊരു രാത്രി ഒരു മീറ്റിംഗ് കൂടി, ലേഡീസ് എല്ലാം കൂടെ എന്തോ ആവശ്യത്തിനാ നമ്മളെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് കൂടി രാത്രി 10:30 10:45 നമ്മൾ വൈൻഡപ്പ് ചെയ്ത്. കാരണം അത്രയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തമാശ പറഞ്ഞും കാര്യങ്ങൾ തന്നെ പറഞ്ഞൊക്കെ ഇരുന്ന്. അപ്പം അതൊക്കെ കഴിയൂല എന്നല്ല കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്തിനാ അതിങ്ങനെ ഒരു അതേസമയം നിങ്ങൾ ഇവിടെ സുഖമില്ലാണ്ട് കിടന്നോക്കട്ടെ, ഒന്ന് പിന്നെ ദുബായിൽ ഉണ്ടാവും, ഒന്ന് മസ്കറ്റ് ഉണ്ടാവും, ഒന്ന് ഡൽഹിയിൽ ഉണ്ടാവും, ഒന്ന് വേറെ എവിടെ ഉണ്ടാവും. ഒരിക്കൽ വരാൻ ഒഴിവുണ്ടാവോ? വല്ല നിങ്ങൾ വിളിച്ചു നോക്കി. കുട്ടിക്ക് സ്കൂളാണ്, അല്ലെ പരീക്ഷയാണ്, ഡോക്ടറെ ചെക്കപ്പ് ഉണ്ട്, ഓഫീസിൽ ആളില്ല, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി. പിന്നെ എന്തിനാ നിങ്ങൾ ആരോഗ്യം ഇങ്ങനെ നശിപ്പിക്കുന്നത്? അപ്പൊ നോ പറയാ. ഞാൻ ആരോടായാലും, ഞാൻ ഹസ്ബൻഡിനോടും ഉമ്മനോടൊന്നും നോ പറയാൻ പറ്റൂലെങ്കിലും നോ പറയുന്ന രീതിയിൽ അങ്ങ് പെരുമാറും. കാരണം നമുക്കും 24 hours ഉള്ളു. ഫുൾ ടൈം കിച്ചണിൽ ഇന്ന് ഓല് പറഞ്ഞ പോലെ ചില ഉമ്മമാർക്കുണ്ട്, ആര് വന്നാലും ചായയും പലഹാരം കൊടുക്കണം, ആര് വന്നാലും ചായയും പലഹാരം കൊടുക്കണം. വേണ്ടാത്തോല് വന്നാലും, ഫുഡ് കൺട്രോൾ ഉള്ളോലും, ഡയറ്റിലുള്ളവര് വന്നാലൊക്കെ, അല്ലെ? അപ്പൊ അങ്ങനെ കൊടുക്കുന്ന പറഞ്ഞോട്ടെ. എന്നിട്ട് ഉമ്മനോട് സ്വകാര്യമായിട്ട് പറയും, ഉമ്മ എനിക്കിത് പറ്റുന്നില്ല കേട്ടോ, എല്ലാവരും വന്നാലും കൊടുക്കാൻ, കുട്ടികൾ പഠിക്കാനുണ്ട്, ഡ്രസ്സ് ഉണ്ട്, ഉമ്മ എന്തേ വിചാരിച്ചാലും എനിക്കിപ്പോ രക്ഷയില്ല, എനിക്ക് പറ്റുന്നില്ല എന്നും അങ്ങനെ തന്നെ കൂളായിട്ട് പറയുക. അമ്മ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ ഉമ്മന്റെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, അമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എനിക്കിത് പറ്റുന്നില്ല, ആൾക്കാരെ മുമ്പെന്ന് പറയുമ്പോ ഞാൻ അവിടെ ഒരു റിസൾട്ട് ആയ മാതിരിയാന്ന് പറയാ. ഈ നോ പറയാൻ പഠിക്കല് വലിയൊരു കഴിവാ എന്ന് വിചാരിച്ചിട്ട് ആരോട് പിണങ്ങിയും വേണ്ട. നോ പറയുന്നവർക്ക് സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റും. അല്ലാത്തോല് എപ്പോഴും മറ്റുള്ളവരുടെ ബാറ്റൊക്കെ എടുത്ത്, അതുപോലെ ഫോൺ ചെയ്താൽ ഇന്നിപ്പോ 2-3 ഫോൺ വന്ന് ജുമാന്റെ ഭക്തിയിലാണ്. ഓരോരുത്തരും ഒരു അയമ വന്ന് ഇരുന്ന് അർത്ഥം ഞാൻ പറഞ്ഞു, അല്ലോ എനിക്ക് ഇന്ന് ജുമാൻ കിട്ടോ എന്നാണ് അയമനെ വിട്ടു. പിന്നെ 1-2 കോൾ വന്നു, അവരോടൊക്കെ അങ്ങനെ തന്നെ, അതാ ഒന്ന് വെള്ളിയാഴ്ച കിട്ടോന്ന് പറഞ്ഞു. പോലും ഫോൺ അവിടെ വെച്ച്. കാരണം അവര് നമ്മളെ സമയം കില്ല് ചെയ്യാ സമയത്തിന്. നമുക്കിന്ന് പള്ളിയിൽ പോയിട്ട് ഒരായത്ത് ഓതിയാല് ഒരു ചുവന്ന കുതിരനെ 18 ലക്ഷം ഉറുപ്പ്യന്റെ കുതിര കിട്ടാൻ പോണ ഒരൊറ്റ കുൽഹു അഹദ് ഓതിക്കഴിഞ്ഞാല് പള്ളിയിൽ പോയിരുന്നിട്ട്. അതൊക്കെ ഇവര് നഷ്ടപ്പെടുത്തില്ലേ. എന്തിനാ നമ്മൾ ഇവരെ ഇത് ഫോൺ ഇങ്ങനെ കേൾക്കുന്നത്? അന്ന് വെള്ളിയാഴ്ച ആട്ടോ എനിക്ക് തിരക്കാണെന്ന് പറയാം. അല്ലെങ്കിൽ പറയാം ഹസ്ബൻഡ് കുട്ടികൾ ചായക്ക് കാത്തുക്കുന്നേ ഫോൺ നോക്കട്ടെ, അങ്ങനെ പറയണം. കാരണം അവര് നമ്മളെ സമയം കൊല്ലാൻ, പൈസ കൊല്ലാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മുഷിപ്പിക്കാനായിട്ട് പറ്റും. അവർക്ക് സമയത്തിന് നോ വാല്യൂ പറ്റുള്ളൂ, ഒരു വില ഉണ്ടാവില്ല, അല്ലെ? അങ്ങനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു ഏറിപ്പോണം. അപ്പം
ഒരിക്കലും പിന്നെ ആർക്കും വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലെ, ഉറപ്പുണ്ടെങ്കിൽ പറയാം. അല്ലാണ്ട് ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കരുത് എന്നൊരു പാട്ടുണ്ട്. അതുപോലെ ആശ കൊടുക്കരുത് അല്ലെ. അതുപോലെ തമാശകൾ, നല്ല രീതിയിൽ തമാശകളും പറയാം കേട്ടോ. ചിലരുണ്ടല്ലോ, നമ്മളെ ബാങ്ക് കൊടുക്കുന്നുണ്ടോ, പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ തമാശ രീതിയിൽ, അവിടെയും ഇവിടെയും കൊള്ളാണ്ടുണ്ട്, വാഴക്കും മുള്ളിനും കേടുപറ്റാത്ത തമാശകൾ പറയാം. ഹ്യൂമർ ഓൾവേസ് ബി ടോക്കിംഗ്. ഇടക്കിടക്കൊക്കെ ഹ്യൂമറും നല്ലതാണ്. ഹ്യൂമർ സെൻസ് ഉണ്ടായാലും നമുക്ക് രക്ഷപ്പെടാം അല്ലെ. പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, അത് അറിയുന്നവരാണെങ്കിലും പിന്നെ സലാം എന്നെങ്കിലും ചെല്ലുക, സലാം ചെല്ലുക, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, വിശേഷങ്ങൾ അന്വേഷിക്കുക അല്ലെ. നല്ല രീതിയിൽ ഇന്ററാക്റ്റീവ് ടൈപ്പിൽ ആൾക്കാരായിട്ട് എപ്പോഴും പിന്നെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ആയിഷ റളിയല്ലാഹുവിനോട് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്കില്ലേ, കാന ഖുലുഖുഹു അൽ ഖുർആന എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക. നമുക്ക് അത്രക്കൊന്നും കഴിയൂലായിരിക്കും, എന്നാലും ശ്രമിക്കുക അല്ലെ. പിന്നെ നല്ല ക്ഷമ വേണം കേട്ടോ ഇതിന്. നമ്മളെ ഈ ഹുസ്നുൽ ഹുൽക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അസലായിട്ട് ക്ഷമിക്കണം, ക്ഷമയുള്ളവർക്ക്. അപ്പൊ ക്ഷമയുള്ളവർക്ക് അള്ളാഹു ബിഹൈരി ഹിസാബാണ് അല്ലെ. സൂറത്തുൽ സുമറിൽ ഒരു 10ാമത്തെ ആയത്തുണ്ട്, വഅർളുല്ലാഹി വാസിഅത്തുൻ ഇന്നമാ യുവഫ്ഫസ് സാബിറൂന ബിഹൈരി ഹിസാബ്. അവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുന്ന പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷമയും സത്യസന്ധതയും സൽസ്വഭാവം മൂന്നും കൂടി, നമ്മൾ അവില് കുഴക്കൽ എങ്ങനെ, പഴവും തേങ്ങയും അവിലും അല്ലാത്തതുപോലെ ഇത് മൂന്നും കൂടി ഉരുട്ടി കുഴച്ചു കഴിഞ്ഞാൽ ഷുവറാണ് നമുക്ക് സ്വർഗം, ഉറപ്പാണ്. ഇവര് മൂന്നായാലും ഭയങ്കര കണക്ഷനാ അല്ലെ. അവിലും പഴവും തേങ്ങയും കുഴയ്ക്കും പോലെ ക്ഷമയും സത്യസന്ധതയും സൽസ്വഭാവം, ഇത് മൂന്നും കൂടി കുഴച്ചാൽ ഉറപ്പാണ് നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗത്തിൽ ഭവനങ്ങളും കിട്ടും, ഈമാനും ഉണ്ടാവും. ഈമാന്റെ ക്രെഡിറ്റ് വേറെയും കിട്ടും, ഇതിനൊക്കെ ഉള്ളത് വേറെയും കിട്ടും അല്ലെ. ഇന്നമ സബറു സദ്മത്തിൽ ഊല. സബർ എന്ന് പറയുന്നത് ക്ഷമ ആദ്യത്തിലാണ് വേണ്ടിയത്, അല്ലാണ്ട് അവസാനത്തിലല്ല. പിന്നെ അതായത് ഇത് ഒരു എക്സാമ്പിൾ പറയണം. ആണെങ്കിൽ നമ്മളോട് കയർത്ത് സംസാരിച്ചെന്ന് വിചാരിച്ചോളി. ഓലിക്കിപ്പോ നമ്മൾ എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ടൊന്ന് ഇടിച്ച് വീഴ്ത്തണം എന്നുള്ള ടോപ്പിക് നമുക്കൊന്നും അറിയില്ല എന്ന് വരുത്തി തീർക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ സംസാരിക്കാൻ വന്നു എങ്കിൽ അവർ സംസാരിക്കട്ടെ, അവർ പരിഹസിക്കട്ടെ. ഡോണ്ട് റിയാക്ട് അല്ലെ. അവർക്കെതിരെ ഒരു റിയാക്ഷനും എടുക്കരുത്. അങ്ങനെ വന്നാൽ നമ്മൾ ആളിടയിലിട്ട് ഇൻസൾട്ട് ചെയ്താൽ നാളെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്കൊരു ഉന്നതമായ സ്ഥാനമുണ്ട് അല്ലെ. മാത്രമല്ല അന്ന് പോയി കിടന്നുറങ്ങിയാൽ ഇൻസൾട്ട് ചെയ്ത ആൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അയാൾക്ക് പറഞ്ഞു പോയ വാക്ക് എങ്ങനെ തിരിച്ചെടുക്കാന്നുള്ള. പക്ഷേ മറ്റാൾക്കോ ഭയങ്കര ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അല്ലെ. ഉണ്ടാവൂലേ? അങ്ങനെ തന്നെ അല്ലേ? ആശ്വാസവും സന്തോഷവും. അച്ഛനെ ഞാനൊന്നും പറഞ്ഞില്ലാലും ഞാൻ അങ്ങനൊക്കെ പറഞ്ഞിട്ടു എന്നുള്ള ഒരു തോന്നൽ. അപ്പം അതും ഒരു പോസിറ്റിവിറ്റി ആണ് അല്ലെ. അങ്ങനെ പകരം പറഞ്ഞാൽ പ്രതികരിച്ചാല് നാം അതോർത്ത് വിഷമിക്കും, നമുക്ക് നമ്മളെ ദർജകൾ താഴോട്ട് വരും, മനസമാധാനം നഷ്ടപ്പെടും. അള്ളാഹുവിന്റെ സബറുള്ള ആൾക്കാരെ കൂട്ടത്തില് നമുക്ക് പിന്നെ സ്ഥാനവും കിട്ടൂല അല്ലെ. സാഹചര്യം വന്നാൽ സംസാരം മൂർത്തിച്ചാൽ, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ അവസരത്തിലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ്, അവൻ കോപിച്ചാൽ നിങ്ങൾ മറിച്ച് കോപിക്കരുത്. അഥവാ നമുക്ക് വല്ലാണ്ട് ദേഷ്യം വന്നപ്പോ വീട്ടിൽ തന്നെ ചില സമയം ഉമ്മമാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഉമ്മമാർക്കൊക്കെ ഉണ്ടൊരു തോന്നൽ, എന്ത് ദേഷ്യം, ഉമ്മമാരും ഹസ്ബൻഡും എന്ത് ദേഷ്യം വന്നാലും നമ്മളെ തലയിൽ കയറാം. ഉമ്മന്റെ അണ്ടറിലാണ് ഞാൻ, എനിക്ക് ഹസ്ബൻഡിന്റെ തലയിൽ കയറാൻ പറ്റില്ല, ഹസ്ബൻഡ് എന്നേക്കാളും മുകളിലാണല്ലോ. അങ്ങനെ ഉണ്ട് ആൾക്കാർക്ക്. നമ്മളെക്കാൾ അണ്ടറിൽ നിൽക്കുന്ന ആളുകളെ ഒന്ന് പിന്നെ വാക്കുകൾ കൊണ്ട് എന്ത് പറയാം എന്താണെന്ന് വെച്ചാൽ അവര് നമ്മളെ ഇട്ടച്ച് പോലെ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ഞാനൊക്കെ ചെറുതിൽ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ചെറുതിൽ ഉമ്മനോട് ചീത്തട്ട വേറെ റൂമിൽ കയറി വായിലടിച്ചാൽ പിന്നെ ഒന്നും മിണ്ടൂല. കാരണം നമ്മള് പണിയെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ പിണങ്ങാൻ വരിക അല്ലെ. അങ്ങനെ ആയിരിക്കും മേ ബി. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒരു ഹാൻഡ്സപ്പ് വരി. കാരണം നമ്മൾ എത്ര എടുത്തെടുത്താലും ചിലപ്പോൾ അനിയത്തി അത്ര ഒന്നും എടുത്തിട്ടുണ്ടാലും ഞാനായിരിക്കും തോനെ എടുത്തിരുന്നാലും ഉമ്മ എന്നെ അങ്ങനെ കുറ്റം പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പിന്നെ റൂമിൽ കയറി വാതിലെടുക്കുക. അപ്പൊ നമ്മൾ രണ്ടാമത് ഉമ്മനോട് മറുപടി പറയാൻ പോകുമ്പോ, അമ്മ ഞാനത് തിരുമ്പിയത് മടക്കി വെച്ചില്ലേ, ഞങ്ങൾ പോയപ്പോ കുട്ടികളെ നോക്കിയില്ലേ, ഇന്നലെ രാത്രി യോഗ അറിഞ്ഞിട്ട് അവന് പാല് കലക്കി കൊടുത്തില്ലേ, അങ്ങനെ ആക്കിയില്ല. ചെറിയ മക്കൾ ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടികൾ പലതും ചെയ്യില്ല. അപ്പൊ നമ്മൾ ചെയ്തതൊക്കെ വിളിച്ചു പറയണം അല്ലെ. വിളിച്ചു പറഞ്ഞാലേ അന്നേരം നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ അതിലും നല്ലത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഓരോരുത്തർ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ നിന്ന് ദേഷ്യം പിടിച്ചാൽ ഇരിക്കുക, ഇരുന്ന് ദേഷ്യം പിടിച്ചാൽ കിടക്കുക, കിടന്ന് ദേഷ്യം പിടിച്ചാൽ മിണ്ടാണ്ട് നിൽക്കുക, അതന്നെ അല്ലെ. അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച്, അല്ലെങ്കിൽ പിന്നെ ഇത് മെഡിറ്റേഷൻ ഭയങ്കര ഒരു റെമഡി ആട്ടോ. ദേഷ്യം പിടിച്ചാൽ ഒരു മൂക്കിൽ കൂടെ ശ്വാസം
വലിച്ചങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ആ മൂക്ക് അടിച്ചു മറ്റേ മൂക്കിൽ കൂടെ വിടുക, എന്നിട്ട് മറ്റേ മൂക്കിൽ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ശ്വാസം പിടിച്ച് വെക്കുക. അപ്പോള് കൂളായിട്ടുണ്ടാവും നമ്മള്. അപ്പൊ അങ്ങനെ അപ്പൊ അപ്പൊ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഉപകാരം കാര്യങ്ങളൊക്കെ ചെയ്താൽ, എന്നിട്ട് ചിലതുണ്ടാവും നമ്മൾ ഒരുപാട് ചെയ്തു കൊടുത്തോല് നമ്മെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞു വരുത്തുന്ന അങ്ങനത്തെ ഇൻസിഡൻസ് ഒരുപാടുണ്ട് നമുക്കൊക്കെ നമ്മളെ അനുഭവത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇന്നമാ നുത്തഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ. ഇതിന്റെ അർത്ഥം ഞാൻ പറയണമെന്നില്ലാന്ന് തോന്നണില്ലേ. സൂറത്തുൽ ഇൻസാനിലെ 9-ാമത്തെ ആയത്താണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും സുബൈക്ക് നമ്മൾ സ്ഥിരമായി ഓതി വരുന്ന സൂറത്തുമാണ് കേട്ടോ. അതായത് നുത്തഇമുക്കും ലിവജ്ഹിൽ, ഞാൻ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ ഒരു തൃപ്തി അല്ലാണ്ട് അല്ലെ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞാൻ നിങ്ങളിൽ നിന്ന് നന്ദിയോ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്തത്, അള്ളാഹ് എനിക്ക് പ്രതിഫലം തന്നോളൂ എന്നും പറഞ്ഞിട്ട് അതിനൊരു മറുപടി കൊടുക്കാതിരിക്കുക അല്ലെ. ക്ലാസ് വല്ലാണ്ട് പിന്നെ ലോങ് ആയിപ്പോയി തോന്നണം. എനിക്ക് തോന്നി ഈ ഹുസ്നുൽ ഖുലുഖ് അടുത്ത ആഴ്ചകളിലും ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് ഞാൻ കുറേ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈ ഹദീസിലൂടെ നമ്മുടെ ലൈഫ് ടച്ച് ചെയ്തിട്ടുള്ള ഒരു പിന്നെ